ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ഫൈസൽ സി എ, വിംബിൾ അക്കാദമി ഡയറക്ടറാണ്. ദിനേന എന്നോണം വിംബിളിന്റെ കീഴിലായിട്ട് സംഘടിപ്പിച്ചു വരുന്ന സൗജന്യ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നന്നാകണം എന്ന് ആഗ്രഹിച്ച് അവന്റെ സ്വഭാവത്തെ, അവന്റെ പെരുമാറ്റത്തെ, അവന്റെ വാക്കുകളെ, അവന്റെ പ്രവർത്തനങ്ങളെയൊക്കെ ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഏതൊരു മനുഷ്യനും. അവന്റെ ദുശ്ശീലങ്ങളെ, അവന്റെ അനാവശ്യ പ്രവർത്തനങ്ങളെ, അവന്റെ വാക്കുകളെ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനെയും ക്രമപ്പെടുത്താൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ആ ഒരു മനുഷ്യനെ, അവന്റെ സ്വഭാവത്തെ, അവന്റെ പെരുമാറ്റത്തെ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് ആലോചിക്കുകയും ചിന്തിക്കുകയും അനുദിനം അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു ഇന്നർ ബിലീഫ്, അവന്റെ ഈ ഒരു ഇന്നർ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അവന്റെ വാല്യൂസ്, അവന്റെ മോറൽസ്, അവന്റെ ബിലീഫ്സ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓരോ മനുഷ്യനിലും ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റീസ് ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും, അവനെ തിരിച്ചറിയാനും, അവനെ സ്നേഹിക്കാനും, അവന് കരുതൽ കൊടുക്കാനും, അവനെ ചേർത്ത് പിടിക്കാനും അങ്ങനെ കഴിയുന്ന ഒരുപാട് ഇന്നർ ക്വാളിറ്റീസ് ഉണ്ടാകുമ്പോൾ അവൻ ഏറ്റവും മനോഹരമായ രീതിയിൽ മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോ ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി, കൈൻഡ്നെസ്, റെസ്പോൺസിബിലിറ്റി, ഹ്യൂമിലിറ്റി, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്വഭാവ സവിശേഷതകൾ അടങ്ങിയിട്ടുള്ള ഒരു ഒന്നാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് നമ്മളെ പലപ്പോഴും ഇത്തരത്തിലുള്ള ക്വാളിറ്റീസിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ കുട്ടി ആയിട്ട് നമ്മൾ ജനിക്കുന്നു. അവിടുന്ന് ജനിച്ചു വലുതാകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരുപാട് സവിശേഷതകൾ, ഒരുപാട് സ്വഭാവ സവിശേഷതകൾ നമ്മളിൽ നിന്ന് അസ്തമിച്ചു പോകുന്നുണ്ട്. നമ്മൾ അതിൽ നിന്ന് അകന്നകന്നു പോകുന്നുണ്ട്. പിന്നീട് എപ്പോഴോ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയായത്, എൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ, എൻ്റെ പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ, ഞാൻ പണ്ട് നന്നായി ചിരിച്ചിരുന്നുവല്ലോ, ഞാൻ പണ്ട് ഒരുപാട് നല്ല സഹായങ്ങൾ ചെയ്തിരുന്നുവല്ലോ, ഞാൻ ഒരുപാട് മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്തിരുന്നല്ലോ. അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നകന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ, നമ്മുടെ സ്വഭാവത്തെ മനോഹരമാക്കുമ്പോഴാണ്, നമ്മുടെ ക്യാരക്ടറിനെ നമുക്ക് മനോഹരമാക്കാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ബിഹേവിയറിലേക്ക് അതിനെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുക. സ്വഭാവവും പെരുമാറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളാണ്. അപ്പൊ ആയതുകൊണ്ട് നമ്മുടെ ക്യാരക്ടറിനെ നമുക്ക് എങ്ങനെ മനോഹരമാക്കാം എന്നത് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുകയാണ്. ഇസ്ലാമിക് സൈക്കോളജിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മളൊരു സ്വഭാവത്തെ നമുക്ക് മനോഹരമാക്കാൻ സാധിക്കുക, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ പെരുമാറ്റത്തിലേക്ക് നമുക്കതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാരക്ടർ മനോഹരമാകുമ്പോൾ അത് ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നന്നാക്കാൻ, നമുക്ക് നമ്മളെ ഒന്ന് സംസ്കരിക്കാൻ, നമുക്ക് നമ്മളെ ഒന്ന് സമുദ്ധരിക്കാൻ, നമ്മളിൽ നിന്ന് മനോഹരമായിട്ടുള്ള പ്രകാശം മറ്റുള്ളവരിലേക്ക് എത്താൻ നമുക്ക് പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും മനോഹരമായ കാര്യം. നമ്മൾ സ്ഫുടം ചെയ്യുമ്പോൾ, നമ്മൾ നന്നാകുമ്പോൾ, നമ്മൾ സംസ്കരിക്കപ്പെടുമ്പോൾ നമ്മളിൽ നിന്ന് ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക് ഏറ്റവും മനോഹരമായ രീതിയിൽ നമ്മളിലുള്ള ആ ഒരു സത്ത റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ അതിനെ നമ്മൾ ആദ്യം നമ്മളിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. നമ്മുടെ ക്യാരക്ടറിനെ നമ്മൾ ഇന്ന് ഒന്ന് നോക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ആ ക്യാരക്ടറിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഇസ്ലാമിക് സൈക്കോളജിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ബഹുമാന്യരായിട്ടുള്ള സിനാൻ സാറാണ് ഇന്ന് ഈ ഒരു സെഷൻ ഇവിടെ ലീഡ് ചെയ്യുന്നത്.
വിംബിൾ അക്കാദമിയിൽ ഇസ്ലാമിക് സൈക്കോളജിയുടെ 5 days വർക്ക്ഷോപ്പിന് നേതൃത്വം വഹിക്കുന്നത് മുഹമ്മദ് സിനാൻ ഷാഹിദി ഫൈസിയാണ്. ഇസ്ലാമിക് സ്കോളർ ആണ്, കൗൺസിലർ ആണ്, NLP പ്രാക്ടീഷണറും സൈക്കോ തെറാപ്പിസ്റ്റുമാണ്. ഇസ്ലാമിക് സൈക്കോളജിയുടെ നമ്മളൊരു ബാച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സെഷൻ കേൾക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനെയും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സെഷൻ മനോഹരമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സിനാൻ സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. വോയിസ് ക്ലിയർ അല്ലേ? ഹലോ, Yes, sir. വോയിസ് Clear ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ് ക്യാരക്ടർ എന്നുള്ളത് നമ്മുടെ എന്താ പറയാ, അതിൻ്റെ ഒരു ആമുഖം, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സാറ് തന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നല്ല വിഷയത്തിലേക്ക് കടക്കാം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഇസ്ലാമിക് സൈക്കോളജിയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് സ്വഭാവത്തെ നന്നാക്കേണ്ടത്, എന്താണ് ഒരു ഗുഡ് ബിഹേവിയർ, അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിനെ സ്വാധീനിക്കുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, നീ വിട്ടുവീഴ്ച കാണിക്കുക, നന്മ കൊണ്ട് കൽപ്പിക്കുക, അറിവില്ലാത്തവരിൽ നിന്ന് അകന്നു പോവുക. ഇത് തന്നെയാണ് യഥാർത്ഥമായ ഒരു ഗുഡ് ബിഹേവിയർ. മലയാളത്തിൽ പറഞ്ഞ സൽസ്വഭാവം. സൽസ്വഭാവത്തിന് ഖുർആൻ നൽകുന്ന ഡെഫിനിഷൻ ഇതാണ്: നീ വിട്ടുവീഴ്ച കാണിക്കുക. നിർബന്ധമാണ് അല്ലേ? നമ്മളോട് തർക്കിക്കാൻ വരുന്നവരിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാ വെബിനാറുകളിലും ഏതൊരു സൈക്കോളജി ക്ലാസ്സുകളിലും ആദ്യമായി തരുന്ന ഉപദേശങ്ങളിൽ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിൽ ഒന്നതാണ് നമ്മൾ സംയമനം പാലിക്കണം. അത് തന്നെയാണ് ഖുർആനും പറയുന്നത്. അതേപോലെ നന്മ കൊണ്ട് ഉപദേശിക്കുക. നമ്മുടെ ഭാഗത്ത് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അയാളെ അതുകൊണ്ട് കുറ്റപ്പെടുത്താതെ അതിന്റെ ശരി തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അത് തന്നെയാണ് ഖുർആൻ പറയുന്നത്. അതേപോലെ അറിവില്ലാത്തവരിൽ നിന്ന് അകന്നു പോവുക. അല്ലെ? വെറുതെ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. തർക്കം എന്നുള്ളത് ഒരു കാര്യത്തിനും പരിഹാരം കണ്ടെത്താൻ പറ്റാത്തൊരു വിഷയമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നതുമാണ് തർക്കങ്ങൾ, ഡിബേറ്റുകൾ. അപ്പോൾ ആരോഗ്യമല്ലാത്ത, നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആൾക്കാരോട് കുറെ തർക്കിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ഖുർആനും മുന്നോട്ട് വെക്കുന്നത്, അറിവില്ലാത്തവരിൽ നിന്ന് അകന്നു നിൽക്കുക. അപ്പോൾ നല്ലൊരു ക്യാരക്ടറിന്, ഗുഡ് ബിഹേവിയറിന് ഖുർആൻ ഇസ്ലാമിക് സൈക്കോളജി നൽകുന്ന ഡെഫിനിഷൻ ഇതാണ്: നീ വിട്ടുവീഴ്ച കാണിക്കുക, നന്മ കൊണ്ട് കൽപ്പിക്കുക, അറിവില്ലാത്തവരിൽ നിന്ന് അകന്നു പോവുക. നമ്മുടെ മുഹമ്മദ് നബി ഹദീസിൽ ഇതിനെ ഒന്നും കൂടി വ്യക്തമാക്കി പറയുന്നുണ്ട്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ മുറിച്ചു മാറ്റിയ ബന്ധങ്ങളെ ചേർക്കലും, നിനക്ക് ഒന്നും തരാത്തവർക്ക് നൽകലും, നിന്നെ ആക്രമിച്ചവന് മാപ്പ് നൽകലുമാണ്. അല്ലെ? നല്ലൊരു ബിഹേവിയർ ഉള്ള, നല്ലൊരു ക്യാരക്ടറുള്ള ഒരാൾക്കേ ഇങ്ങനെ പെരുമാറാൻ കഴിയുള്ളൂ. മുറിച്ചു മാറ്റിയ ബന്ധങ്ങളെ, നമ്മൾ നിന്ന് അകന്നു പോയ നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ അങ്ങോട്ട് പോയി ചെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവരെ നമ്മളെ കൂടെ ചേർക്കാൻ വേണ്ടി ശ്രമിക്കണം. വളരെ പ്രധാനമാണത്. നമ്മളെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ അകന്നു പോയാൽ നമ്മൾ എന്താ ചെയ്യുക? അവൻ പോയി, ഇനിയിപ്പോൾ അവനെ പുറകെ നോക്കണ്ട. അല്ലെങ്കിൽ കാലങ്ങളോളം വർഷങ്ങളോളം തെറ്റി നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ 3 ദിവസത്തെ കൂടുതൽ, മുഹമ്മദ് പറയുന്നുണ്ട്, 3 ദിവസത്തിൽ കൂടുതൽ നീ ഒരാളിൽ നിന്ന് അകന്നു നിൽക്കരുത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആരെങ്കിലുമായിട്ട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തെറ്റിയാൽ അല്ലെങ്കിൽ ഉടക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. അങ്ങനെ പരിഹരിക്കാൻ കഴിയുന്നവർക്ക് നല്ലൊരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിക് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാമിക് സൈക്കോളജി മുന്നോട്ട് വെക്കുന്ന ആശയം. അത് തന്നെയാണ്. അത്തരത്തില് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിട്ടുവീഴ്ച നൽകുക എന്നതിലേക്ക് അതിനെ എത്തിക്കുന്നുമുണ്ട്, കണക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ മാതാപിതാക്കളായിട്ട് തെറ്റി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, പാരന്റ്സായിട്ട് തെറ്റി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, നമ്മുടെ എന്താ പറയാ ഫ്രണ്ട്സുമായിട്ട് അകന്നു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, സുഹൃത്തുക്കൾ. അതേപോലെ തന്നെ നമ്മുടെ ജോലി സ്ഥലത്ത് പലരുമായിട്ടും മാനസികമായിട്ട് അകന്നു നിൽക്കുന്നവരുണ്ടാവും. അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കോണ്ടാക്ട് ചെയ്യുക, അങ്ങോട്ട് പോയിട്ട്
അവരുടെ കാരണം കൊണ്ടാണ് അവർ നിങ്ങളെ അടുത്ത് വഴക്കിട്ട് അടിയുണ്ടാക്കി പോയതാണെങ്കിൽ പോലും അങ്ങോട്ട് പോയിട്ട് ക്ഷമിച്ച് അവരോട് സ്നേഹത്തോട് ഇടപഴകുക. മറ്റേത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കാണുകയും അയാളെ മൈൻഡ് ചെയ്യാതെ പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വീർപ്പുമുട്ടൽ, ആ ഒരു നെഗറ്റീവ് എനർജി, അത് നമ്മൾ അന്നത്തെ ആ ഒരു ദിവസത്തെ തന്നെ ബാധിക്കും. നിങ്ങൾ ആലോചിച്ച് രാവിലെ തന്നെ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മളിങ്ങനെ അടിയുണ്ടാക്കി വിട്ടു നിൽക്കുന്ന ഒരാളെ കണ്ടിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നതെങ്കിൽ അന്നത്തെ ദിവസം പോയി, അല്ലെ? മൊത്തത്തിൽ മനസ്സിൽ ഫുൾ അതായിരിക്കും, ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ ഉണ്ടാകും. എന്തിനാണ് അതിന്റെ ആവശ്യം? ഒരാവശ്യമില്ലല്ലോ. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതും ആ ഒരു സാഹോദര്യത്തിന്റെ ആശയമാണ്. അതേപോലെ പറയുന്നുണ്ട്, നിനക്ക് തരാത്തവർക്ക് നീ നൽകുക, അല്ലെ? അവൻ എനിക്ക് എന്നെ സഹായിച്ചില്ലല്ലോ, അവൻ എന്നെ ഹെൽപ്പ് ചെയ്തില്ലല്ലോ, ഞാനൊരു സഹായം അവനോട് ചോദിച്ചപ്പോ, ഞാനൊരു ഹെൽപ്പ് അവളോട് ചോദിച്ചപ്പോൾ അവൾ എന്നെ ഹെൽപ്പ് ചെയ്തില്ലല്ലോ, പിന്നെ ഞാനെന്തിനു സഹായിക്കണം? ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അതാണ് ഇസ്ലാമിക് ബിഹേവിയറിന്റെ അല്ലെങ്കിൽ മുഹമ്മദ് നബി നൽകുന്ന സൽ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ മാതൃക. നമ്മളെ സഹായിക്കാത്തവരെ നമ്മൾ സഹായിക്കണം, അല്ലെ? ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ കേൾക്കുന്ന ഒരു മോട്ടിവേഷൻ, അതെ. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് അവര് തിരിച്ച് നമ്മളെ സഹായിക്കും എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാവരുത്. നമുക്ക് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ, നമുക്ക് മനസ്സിനൊരു തൃപ്തി കിട്ടാൻ, ഒരു പ്രഷർ കിട്ടാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടത്, അല്ലെ? ആരിൽ നിന്നും ഒന്നും അക്സെപ്റ്റ് ചെയ്യരുത്, അല്ലെ? ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. അവരെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ മുഹമ്മദ് നബി പറയുന്നുണ്ട്, നിന്നെ ആക്രമിച്ച ആൾക്കാർക്ക് നീ മാപ്പ് നൽകുക, ക്ഷമിക്കുക. ക്ഷമയാണ് ഏതൊരു നല്ല ക്യാരക്ടറിന്റെയും ഗുഡ് ക്വാളിറ്റി. അവൻ നല്ല ക്ഷമയുള്ളവനാണ്, അല്ലെങ്കിൽ അവൾ നല്ല ക്ഷമയുള്ളവരാണ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു രീതിയിലേക്ക് മാറണം. ക്ഷമ വളരെ നിർബന്ധമാണ്. ഏതൊരു നല്ലൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്യണമെങ്കിൽ, നല്ലൊരു മെന്റാലിറ്റി ബിൽഡ് ചെയ്യണമെങ്കിൽ ക്ഷമ നിർബന്ധമാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ ക്ഷമിച്ച് ഫേസ് ചെയ്യാൻ കഴിയണം. അതേപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മെ ആരെങ്കിലും പ്രകോപിപ്പിക്കുമ്പോൾ ആ പ്രകോപനത്തിൽ വീഴാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം. നമുക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യണമെങ്കിൽ ക്ഷമ വേണം. മെന്റലി എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ഷമ നിർബന്ധമാണ്. അപ്പോൾ ഗുഡ് ബിഹേവിയർ എന്ന് പറയുന്നത് ക്ഷമയും, അതേപോലെ തന്നെ ബന്ധങ്ങളിൽ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയും, അതേപോലെ തന്നെ നമ്മളെ സഹായിക്കാത്തവരെ പോലും സഹായിക്കാനുള്ള വിശാലമായ മനസ്സും ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് നല്ലൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ അല്ലേ? ഇതാണ് മുഹമ്മദ് നബി സൽ സ്വഭാവം അല്ലെങ്കിൽ ഗുഡ് ബിഹേവിയർ നൽകുന്ന ഒരു ഡെഫിനിഷൻ. ക്ലിയർ അല്ലേ? ഹലോ, വോയിസ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി എന്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം, അള്ളാഹുവും മുഹമ്മദ് നബിയും സൽ സ്വഭാവത്തിന് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. നബി പറയുന്നുണ്ട്, ജനങ്ങൾക്ക് സേവനം ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക. ജനസേവനം എന്ന് പറയുന്നത് സമ്പത്ത് ചെലവഴിക്കുന്നതിനേക്കാൾ മുഖപ്രസന്നത കൊണ്ടാവണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കുറെ ആൾക്കാരെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്, പക്ഷെ അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. മനസ്സിലായോ? ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നമ്മളെ ആൾക്കാരെ സാമ്പത്തികമായി സഹായിക്കണം, അതിന്റെ കൂടെ നല്ല സ്വഭാവവും വേണം. ഇനി സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നല്ല സ്വഭാവത്തിലൂടെയെങ്കിലും ആൾക്കാരെ നീ സഹായിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. സഹാബിമാര്, പാവപ്പെട്ട സഹാബിമാര്, സമ്പത്തൊന്നും ഇല്ലാത്ത, സാമ്പത്തികമായി ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത നബിയുടെ അനുയായികൾ വന്നിട്ട്, നബിയുടെ സഹാബികൾ വന്നിട്ട് മുഹമ്മദ് നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞങ്ങളുടെ അടുത്ത് കുറെ പൈസയൊന്നുമില്ല സഹായിക്കാൻ, ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ നബി പറയുന്നുണ്ട്, നീ നിന്റെ പുഞ്ചിരി കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക. പുഞ്ചിരി സ്വതക്കയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരാളെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് പോലും സ്വതക്കയാണ്. അതിന് നിനക്ക് ദൈവത്തിന്റെ അടുത്ത് നിന്ന് പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചിന്താഗതിയും ആശയവുമാണ് ഇസ്ലാമിക് സൈക്കോളജിയുടേത്. അപ്പോൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരുപാട് സമ്പത്ത് ചെലവഴിക്കുന്നതോ അല്ലെങ്കിൽ ഒരുപാട് ആരാധനകൾ ചെയ്യുന്നതോ അല്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ല മനുഷ്യൻ എന്നുള്ളത് ഒരുപാട് നേരം ദൈവത്തെ ആലോചിച്ച് കുറെ നിസ്കരിക്കുകയും അല്ലെങ്കിൽ കുറെ ദൈവത്തെ കുറിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ഓർക്കുന്നതിനെക്കാട്ടിലും നല്ല ക്യാരക്ടർ ഉള്ള ആളായിരിക്കണം എന്നുള്ളതാണ് പറയുന്നുണ്ട്. ഭാവം കൊണ്ട് ദൈവത്തിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടും.
മനസ്സിലായോ? സൽസ്വഭാവം അതായത് ഒരുപാട് നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല സാമ്പത്തികമായി, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അങ്ങനെ ഒരുപാട് നോമ്പ് നോൽക്കാനോ നമസ്കരിക്കാനോ ദിക്ർ ചെല്ലാനോ കഴിയാത്ത ആളാണ്. പക്ഷെ നല്ല ക്യാരക്ടറാണ്, നല്ല ഗുഡ് ക്യാരക്ടറാണ്. ആൾക്കാരുമായി നല്ല രീതിയിൽ മാത്രമേ ഇടപഴകുകയുള്ളൂ. ആർക്കും മാപ്പ് നൽകും. ഭയങ്കര ക്ഷമാശീലനാണ്. അതേപോലെ തന്നെ ഒരിക്കലും അവരുടെ കാരണത്താൽ ആരെയുടെയും മനസ്സ് വേദനിപ്പിക്കാത്ത ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കാണ് ഭൂമിയിലും നാളെ അള്ളാഹുവിന്റെ അടുത്തും വിജയമുള്ളത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഇരു ലോകമുണ്ട്, ദുനിയാവും ആഖിറവുമുണ്ട്. നമ്മൾ ഈ ജീവിക്കുന്ന വേൾഡും ഇതിന്റെ അപ്പുറം മരിച്ചതിന് ശേഷമുള്ള മറ്റൊരു വേൾഡും. ഈ രണ്ട് ലോകത്തും ഈ രണ്ട് ലോകത്തും വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ആരാധന നന്നാക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ നന്നാക്കണമെന്നാണ് ഇസ്ലാമിന്റെ ഒരു സ്പിരിച്വൽ ആയിട്ട് പറയുകയാണെങ്കിൽ. അള്ളാഹു ചിലപ്പോൾ കുറെ പാപങ്ങൾ പുറത്തു തന്നേക്കാം, കുറെ തെറ്റുകൾ നമുക്ക് പുറത്തു തന്നേക്കാം. പക്ഷെ പുറത്തു തരാത്ത, മാപ്പ് തരാത്ത ഒരു പാപമുണ്ട്. നമ്മൾ കാരണം ഒരു മനുഷ്യന്റെ ഹൃദയം വേദനിച്ചു കഴിഞ്ഞാൽ അത് ദൈവം ഒരിക്കലും പുറത്തു തരില്ല. അത് അവരോട് തന്നെ പറഞ്ഞ് നീ തീരുമാനാക്കണം എന്നാണ് പറഞ്ഞത്. മനുഷ്യന്മാരെ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ കാരണം ഒരു മനുഷ്യന്റെ മനസ്സ് സന്തോഷം ഉണ്ടാവുകയാണ്. അപ്പോ ബിഹേവിയറിന്, ആൾക്കാരുമായിട്ടുള്ള സ്വഭാവത്തിന് എത്രത്തോളം ഇസ്ലാം പ്രാധാന്യം നൽകിയിട്ടുണ്ട്, അതിന്റെ ഇമ്പോർട്ടൻറ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാവും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സൽസ്വഭാവം മനുഷ്യനെ ഉന്നതനാക്കുന്നു, പക്ഷേ ആരാധനയുണ്ട് പക്ഷെ അവനക്ക് സൽസ്വഭാവമില്ലെങ്കിൽ അവൻ മോശമായി, അവൻ വിജയിക്കില്ല എന്ന്. മനുഷ്യനെ ഉന്നതിയിൽ എത്തിക്കുന്നത് ആരാധനയേക്കാൾ കൂടുതൽ എന്താണ്? ഗുഡ് ബിഹേവിയർ ആണെന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ ക്വാളിറ്റി അളക്കാൻ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്, ക്യാരക്ടറാണ്. മനസ്സിലായോ? അപ്പോ നിങ്ങൾ കൂടുതലായി ഒന്നും ആരാധനയ്ക്ക്, അതായത് ദൈവത്തിന്, അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ നന്നാക്കിയാൽ നിങ്ങൾക്ക് നാളെ വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ക്യാരക്ടർ, ഗുഡ് ക്യാരക്ടറിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട് ഇസ്ലാം മതത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ആശയങ്ങളിൽ എന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. ഇതിലൂടെയൊക്കെ നമുക്ക് എന്താ പറയുക, ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിനെ ഒരു സ്വഭാവം എന്നുള്ളത്, നല്ല ഭംഗി എന്നുള്ളത്, ബ്യൂട്ടി എന്നുള്ളത് നല്ല അഴകുള്ള സ്വഭാവമാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇഹ്യായിൽ പറയുന്നുണ്ട്. ബ്യൂട്ടി എന്നുള്ളത്, ഒരു മനുഷ്യന്റെ ബ്യൂട്ടി എന്നുള്ളത് അവന്റെ ക്യാരക്ടറാണ്, ഗുഡ് ക്യാരക്ടറാണ്. അല്ലെ? ആൾക്കാർ പറയുന്നത് നമ്മൾ കേൾക്കാറില്ല, നല്ല സ്വഭാവമാണ്, ആൾ ഉഷാറാണ്, നല്ല സ്വഭാവമാണ്. യെസ്, അതാണ് ബ്യൂട്ടി എന്നുള്ളത്. അല്ലാതെ കുറെ നിറവും കുറെ ഭംഗിയും കുറെ ശരീരത്തിന് കുറെ കാണാനുള്ള ഒരു രൂപവും ഉണ്ടാവുക എന്നുള്ളതിലല്ല. ഈ ഒരു ഗുഡ് ബിഹേവിയർ ഉണ്ടാണെങ്കിൽ നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നായിരിക്കണം. അതെല്ലാവർക്കും അറിയാം. നല്ല പ്രവർത്തനം ഉണ്ടായാൽ മാത്രമേ നല്ല ക്യാരക്ടർ, ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ബിഹേവിയറിന്റെ അതിന്റെ ഒരു എങ്ങനെയാണത് മനുഷ്യനിൽ ഉണ്ടാകുന്നത്, അതിന്റെ ഒരു റൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. മനുഷ്യൻ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒരു കാര്യം പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ 4 രീതിയിലുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 4 രീതിയിലുള്ള ആക്ഷൻസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിന് 4 വശങ്ങളുണ്ട്, 4 ഡിഫറെന്റ് വശങ്ങൾ, 4 ഡിഫറെന്റ് സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമത്തത് നന്മയും തിന്മയും. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന്റെ ലക്ഷ്യം ഒന്നെങ്കിൽ നന്മയായിരിക്കും, അല്ലെങ്കിൽ അത് ഒന്നെങ്കിൽ നല്ല കാര്യമായിരിക്കും, അല്ലെങ്കിൽ ചീത്ത കാര്യമായിരിക്കും. നമ്മളൊരു ആക്ഷൻ എടുത്ത് അതിനെ കീറി മുറിച്ച് പരിശോധിക്കുമ്പോൾ അതൊന്നെങ്കിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ചീത്തതായിരിക്കും. മനസ്സിലായോ? അതിന് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകും, അല്ലെങ്കിൽ അതിനൊരു മോശം ഉണ്ടാകും, അല്ലാത്തതായ കാര്യങ്ങളില്ല. ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു തോന്നലുണ്ടാകും. ഇപ്പോൾ നമ്മളൊരു കാര്യം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഗുഡ് ഓർ ബാഡ് എന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡു, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ലേ, ഡു ഓർ ഡൈ, ആ ഒരു കാര്യം അതിലേക്ക് വരും. അതേപോലെ തന്നെ ആ ഒരു പ്രവർത്തനം, ആ ഒരു ആക്ഷൻസ് നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ബോധ്യം ഉണ്ടാകും. മനസ്സിലായോ? ഒരു ബോധ്യമുണ്ട്. അപ്പോൾ ഒരു ആക്ഷൻസിനെ, ഒരു പ്രവർത്തനത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഗുഡ് ഓർ ബാഡ്, നന്മയുണ്ടാവും തിന്മയുണ്ടാവും, രണ്ടാലൊന്നായിരിക്കും ആ പ്രവർത്തനം. അതേപോലെ തന്നെ അത്
നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ചെയ്യാനുള്ള ശക്തി ഉണ്ടാവും, അല്ലെങ്കിൽ ശക്തി ഉണ്ടാവില്ല. രണ്ടാലൊരു കാര്യം അവിടെ സംഭവിക്കും. അതേപോലെ തന്നെ അയാൾക്ക് അതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാവും, ബോധം ഉണ്ടാവില്ല. ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാളെ സഹായിക്കാൻ പോവുകയാണ്. അതിന്റെ നന്മ എന്ന് പറഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ളത്. ഇനി അതിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ സഹായിക്കുന്നത് 4 ആൾ കാണണം, എനിക്ക് ഫെയിം ആവണം. അതൊരു മോശം ചിന്താഗതി കൊണ്ടുണ്ടാകുന്നതാണ്. പിന്നെ ആ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അത് ചിലപ്പോൾ അയാൾക്ക് ചെയ്യാൻ പറ്റും. കാരണം അയാളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അയാൾക്ക് അയാളെ സഹായിക്കാൻ പറ്റും, പൈസ ഇല്ലെങ്കിൽ സഹായിക്കാൻ പറ്റൂല. ഇനി അതിന്റെ അനന്തര ഫലത്തെക്കുറിച്ച്, ഇയാളെ ഞാൻ സഹായിച്ചു കഴിഞ്ഞാൽ നാളെ അദ്ദേഹത്തിന് നല്ലൊരു ലൈഫ് കിട്ടും എന്നുള്ളൊരു ചിന്ത. അല്ലെങ്കിൽ നമുക്ക് അറിയില്ല, ഇയാളെ ഞാൻ നാളെ സഹായിച്ചു കഴിഞ്ഞാൽ ഇയാൾ നന്നായി ജീവിക്കോ എന്ന് ഉറപ്പില്ല. ചിലവരെ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പുണ്ടാവും ഇയാൾ രക്ഷപ്പെടുമെന്നുള്ളത്. പക്ഷെ ചിലവരെ സഹായിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ചിലപ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ബോധം ഉണ്ടായില്ല. അതേപോലെ തന്നെ ഈ ഒരു പ്രവർത്തനം വേണ്ടയോ, ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള ഒരു മനസ്സിനൊരു ചായ്വ് ഉണ്ടാവും. ചിലപ്പോൾ പറയും ചെയ്തോ, നല്ലതാണ്, അയാൾ രക്ഷപ്പെടുന്ന, അയാൾക്ക് ഒരു സഹായം ചെയ്യുന്ന കാര്യമില്ലേ, ചെയ്തോന്ന് മനസ്സ് പറയും. അല്ലെ വേണ്ട, പൈസ പോണ കാര്യമില്ലേ, വെറുതെ നീ അധ്വാനിച്ച പൈസ കളയണ്ട, അങ്ങനെയും നമ്മുടെ മനസ്സിൽ ചിന്ത ഉണ്ടാവും. അപ്പോൾ ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ആ ഒരു പ്രവർത്തനം ചെയ്യാനുള്ള ശക്തി, പവർ നമുക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിന് സാധ്യതയുണ്ട്. അതേപോലെ ആ ഒരു പ്രവർത്തനം നമ്മൾ ചൂസ് ചെയ്ത ഒരു ആക്ഷൻ തെറ്റാവാനും ശരിയാവാനും സാധ്യതയുണ്ട്. ഇതാണ് നമ്മളെ ഒരു ആക്ഷൻ, ഒരു പ്രവർത്തനത്തെ കുറിച്ചുള്ള അതിന്റെ രീതി, അതിന്റെ സ്റ്റെപ്പിനെ കുറിച്ചുള്ള ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക് സൈക്കോളജിസ്റ്റുകളുടെ ഒരു നിരീക്ഷണം. ഇതിൽ നിന്നാവണം, ഈ ഒരു മെത്തേഡിൽ നിന്നാണ് ഏതൊരു പ്രവർത്തനം, ഏതൊരു ആക്ഷനും സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇസ്ലാമിക് സൈക്കോളജിസ്റ്റുമാർ പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ പറയാണ്, ഈ ഒരു പ്രവർത്തനത്തെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ആക്ഷൻ ചെയ്യാൻ പോകുമ്പോൾ അത് നല്ലതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം നമുക്ക് കിട്ടുന്നത് വിജ്ഞാനത്തിലൂടെയാണ്. പറഞ്ഞു തരികയാണ്, വിജ്ഞാനത്തിലൂടെയാണ്. അതേപോലെ അത് കഴിയോ ഇല്ല എന്നുള്ള അറിവ് നമുക്ക് കിട്ടുന്നത് വിജ്ഞാനത്തിലൂടെയാണ്. അതേപോലെ തന്നെ അതിന്റെ അനന്തര ഫലത്തെ കുറിച്ച് നമുക്ക് അറിവ് കിട്ടിയപ്പോഴാണ്, നമ്മൾ നോളേജ് ഉള്ള ആളായിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കുക, അത് നല്ലതാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന്. അപ്പോൾ ഏതൊരു ആക്ഷനും സംഭവിക്കണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള വിവേകം വേണമെന്നുള്ളതാണ്. അപ്പോൾ മനസ്സിന്റെ നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന, നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിനെ സ്വാധീനിക്കുന്ന 4 അടിസ്ഥാന ഘടകങ്ങളുണ്ട്. ഈ 4 അടിസ്ഥാന കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ ബിഹേവിയർ റൈറ്റ് ആവും, ഗുഡ് ആവും, നല്ല സ്വഭാവം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഇസ്ലാമിക് സൈക്കോളജിസ്റ്റുകളുടെ നിരീക്ഷണം. അത് ഒന്നാമത് നമുക്ക് വിവേകം വേണം, വിജ്ഞാനം വേണം. തെറ്റ് ശരി തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് ഇവിടെ വിജ്ഞാനം, വിവേകം എന്നതുകൊണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു പോലുള്ള ഇസ്ലാമിക് സൈക്കോളജിസ്റ്റുമാർ ഉദ്ദേശിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ കാര്യങ്ങളെ കുറിച്ചുള്ള ആയത്തിൽ യുക്തിയോടെയും യുക്തിഭദ്രമായി മനസ്സിലാക്കാനും അത് ആത്മാവിനെ ബാധിക്കുന്ന രോഗങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും എന്നുള്ള ബോധം നമുക്ക് വേണം. മനസ്സിലായോ? ഒരു വിജ്ഞാനം അല്ലെങ്കിൽ വിവേകം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും യുക്തിയോടുകൂടി മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ്. മനസ്സിലായോ? അതാണ് വിജ്ഞാനം എന്നുള്ളതിന്റെ, വിവേകം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആയിട്ട് ഇസ്ലാമിക് സൈക്കോളജിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. ഏതൊരു കാര്യത്തെയും യുക്തിഭദ്രമായി മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ്. അതേപോലെ തന്നെ ഈ ഒരു വിവരം നേടിക്കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ എനിക്ക് മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു തിരിച്ചറിവും കൂടി വേണം. അതാണ് പറയുന്നത് തെറ്റ് ശരി തിരിച്ചറിയാനുള്ള കഴിവ്. അപ്പൊ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ യുക്തിഭദ്രമായി മനസ്സിലാക്കാനും തന്നെ ആത്മാവിനെ, തന്റെ മനസ്സിനെ ഇത് ബാധിക്കുമെങ്കിൽ അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ബോധവും ഉണ്ടാവുക എന്നുള്ളതാണ് വിജ്ഞാനം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഗുഡ് ക്യാരക്ടർ ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ ആക്ഷൻസ് ബെറ്റർ ആവണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവണം, നല്ല വിവരം ഉണ്ടാവണം. ഈ നല്ല വിജ്ഞാനം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർ നല്ല നടപ്പുകാരാവുകയും അതുവഴി അവർ നല്ലൊരു സമൂഹത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്ന, ഹെൽപ്ഫുൾ ആകുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറുകയും ചെയ്യും. എന്നാൽ ഈ ഒരു വിജ്ഞാനം കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള അറിവിനെ തെറ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചതിയന്മാരാക്കും അവരെ. അതേപോലെ തന്നെ വഞ്ചകരും കുതന്ത്രമുള്ളവരുമാക്കും, അല്ലെ?
നമ്മുടെ സമൂഹത്തിൽ നല്ല നോളജ് ഉള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവരുടെ നോളജ്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവരം, വിവേകം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ്, ആൾക്കാരെ ചതിക്കാൻ വേണ്ടിയാണ്, തങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ വിജ്ഞാനം എന്നുള്ള ആ ഒരു പവറിനെ, ആ ഒരു സ്കില്ലിനെ രണ്ട് രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, നമ്മളുടെ ക്യാരക്ടർ നല്ലതാക്കാനും അതുവഴി സമൂഹത്തിന് ഉള്ളതാക്കാനും പറ്റും. മറ്റൊന്ന്, സമൂഹത്തെയും സ്വന്തം സെൽഫിനെയും ഉപദ്രവിക്കാൻ വേണ്ടി വിജ്ഞാനത്തെ ഉപയോഗിക്കാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വിജ്ഞാനത്തെ നമ്മൾ നല്ല ബിഹേവിയറിലേക്ക് പോകണമെങ്കിൽ വിജ്ഞാനത്തെ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി വേറൊരു വിഭാഗമുണ്ട്, വിവരമില്ലാത്ത ആൾക്കാർ, ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ. അവരെ കുറിച്ച് പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവർക്ക് പരിസരബോധം ഉണ്ടാകുകയില്ല, ഒന്നും തിരിച്ചറിയാനുള്ള ഒരു കഴിവും ഉണ്ടാകുകയില്ല. അപ്പോ ഇനി നിങ്ങൾ വിചാരിക്കുന്നുള്ളൂ, അപ്പൊ നമ്മുടെ ഈ ഒരു വിജ്ഞാനത്തെ, വിവേകത്തെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും. ഞാൻ എന്റെ നോളജിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അതിന് ഇസ്ലാമിക് സൈക്കോളജി പറയുന്നുണ്ട്, തെറ്റ് തിരിച്ചറിയുകയും ആവശ്യങ്ങൾ ഒഴിവാക്കുകയോ ചെയ്യാത്ത വിവേക ബുദ്ധിയാണ് മനുഷ്യന് ആവശ്യം. മനസ്സിലായോ? തെറ്റ് തിരിച്ചറിയുകയും വേണം. നമ്മളെ വിജ്ഞാനം നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? തെറ്റുകളെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ആൾക്കാരെ ചതിക്കുക, വഞ്ചിക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. അപ്പൊ അത് ഒഴിവാക്കാനുള്ള തിരിച്ചറിവ് വേണം. അത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ, അത് ഒഴിവാക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ, നമ്മുടെ ഗ്രോത്തിന് ആവശ്യമായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കാനും കഴിയണം. അതിനു വേണ്ടി ആയിരിക്കണം നമ്മൾ നമ്മുടെ വിവേകത്തെ, ബുദ്ധിയെ, വിജ്ഞാനത്തെ ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മുടെ മനുഷ്യന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് ധീരത എന്നുള്ള ഒരു സ്കില്ല്. ധീരനായിരിക്കണം. പ്രയാസങ്ങൾ വരുമ്പോൾ നേരിടണമെങ്കിൽ ധീരത എന്നുള്ളൊരു പവർ വേണം, എന്നൊരു സ്കില്ല് വേണം, നിർബന്ധമാണ്. അതേപോലെ തന്നെ പ്രയാസങ്ങളിൽ, അതായത് നമ്മെ ദ്രോഹിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് ധീരത വേണം. മനസ്സിലായോ? ഈ ഒരു ഗുണത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മനുഷ്യത്വം, ഔദാര്യം. ഒരാളെ സഹായിക്കണമെങ്കിൽ നമ്മളെ മനസ്സിൽ അതിനുള്ള ഒരു പവർ വേണം, ഒരു ശക്തി വേണം. എനിക്കിത് സഹായിക്കാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. അതിനെ തന്നെയാണ് ധീരത എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നല്ല മനുഷ്യത്വം ഉള്ളവരായി മാറണമെങ്കിൽ അവരുടെ മനസ്സിനുള്ളിൽ ശക്തി വേണം. നമ്മളോട് ആര് നെഗറ്റീവായിട്ട് പെരുമാറിയാലും അതിനെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടാകുമ്പോഴേ നല്ലൊരു മനുഷ്യത്വമുള്ള മനുഷ്യനാവാൻ സാധിക്കുള്ളൂ. നമ്മളോട് ആര് വളരെ മോശമായി ബിഹേവ് ചെയ്താലും അതിനെ നല്ല രീതിയിൽ അയാളോട് തിരിച്ചു പെരുമാറാൻ കഴിയണമെങ്കിൽ നമുക്ക് നല്ല മനുഷ്യത്വം ഉണ്ടാവണം. ആ മനുഷ്യത്വമുള്ള കഴിവുണ്ടാവണമെങ്കിൽ മൈൻഡിന് നല്ല ശക്തി വേണം. അതാണ് ധീരത, പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ സഹനശക്തി. എന്തും സഹിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ മൈൻഡ് പവർഫുൾ ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആ ഒരു സ്കില്ല് നിർബന്ധമാണ്. അതേപോലെ തന്നെ നമ്മുടെ ആത്മനിയന്ത്രണം എന്നൊരു സ്കിൽ ഉണ്ടാവണമെങ്കിൽ, ആത്മനിയന്ത്രണം എന്നുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് നല്ല പവർ വേണം, നമ്മുടെ മൈൻഡ് നല്ല പവർ വേണം, അല്ലെ? തെറ്റുകൾ കാണുമ്പോൾ, ഉദാഹരണത്തിന് എന്താണ് പറയുക, മദ്യം കാണുമ്പോൾ അല്ലെങ്കിൽ ലഹരി കാണുമ്പോൾ അത് ഉപയോഗിക്കാൻ നമുക്ക് ഇങ്ങനെ തോന്നും. പക്ഷെ അതിൽ നിന്ന് പിടിച്ചു നിന്ന് നമ്മുടെ മൈൻഡിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് പവർഫുൾ ആയിരിക്കണം, അല്ലെ? പറയുന്നേക്കില്ല, നിന്റെ മനസ്സിനൊന്നും ഉറപ്പില്ല എന്നൊക്കെ ചോദിക്കാറില്ല ചിലവർ തെറ്റിലേക്ക് പോകുമ്പോൾ. എനിക്ക് അതിൽ നിന്ന് പിന്തിരിയാനുള്ള ശക്തി എനിക്കില്ല എന്നൊക്കെ ചോദിക്കാറില്ലേ? അപ്പൊ അത് നമുക്ക് വേണം. അതേപോലെ തന്നെ നല്ല ശാന്തതയും ഗാംഭീര്യവും അച്ചടക്കവും വേണമെങ്കിൽ നമുക്ക് ധീരത വേണം, ഉറപ്പാണ്, അല്ലെ? അടങ്ങി നിൽക്കണമെങ്കിൽ അതിന് മനസ്സിലൊരു പവർ വേണം, അല്ലെ? എന്തൊരു സംഭവം, എന്തൊരു നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായാലും അതിലൊന്നും സ്വാധീനിക്കപ്പെടാതെ അടങ്ങി നിൽക്കണമെങ്കിൽ, അച്ചടക്കം കാണിക്കേണ്ടത് അച്ചടക്കം കാണിക്കണമെങ്കിൽ നമുക്ക് മൈൻഡിന് പവർ വേണം. ധീരത എന്നുള്ളൊരു സ്കില്ല് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ നല്ലൊരു ക്യാരക്ടർ ഉണ്ടാവണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് വിജ്ഞാനം വേണം, വിവേകം വേണം, അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് അറിയുകയും വേണം. രണ്ടാമതായിട്ട് നമ്മുടെ ധീരത എന്നുള്ള സ്കില്ല് നമുക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ, സ്നേഹിക്കാൻ പറ്റുള്ളൂ, സഹിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇനി ഈ ഒരു ക്വാളിറ്റിയെ, ധീരത എന്ന ക്വാളിറ്റിയെ മോശമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവർ ഭയങ്കരമായ അക്രമ സ്വഭാവക്കാരാവും, അല്ലെ? ഭയങ്കര ധിക്കാരികളുമാവും. അപ്പൊ നമ്മുടെ ധീരത എന്ന സ്കില്ലിനെ ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനും വേണ്ടി ഉപയോഗിക്കണം. അല്ലാതെ ആൾക്കാരെ ആക്രമിക്കാനും ആൾക്കാർക്കെതിരെ ധിക്കാരം കാണിക്കാനും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ നന്നാവണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള വിവേകം എന്ന ആ ഒരു സ്കില്ലിനെ, വിജ്ഞാനം എന്നുള്ള നോളജ് എന്നുള്ള ആ ഒരു സ്കില്ലിനെ തെറ്റും ശരിയും തിരിച്ചറിയാനും നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. അതേപോലെ നമ്മുടെ
ധീരത എന്നുള്ള നമുക്ക് നൽകിയിട്ടുള്ള ആ ഒരു സ്കില്ലിനെ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. ആൾക്കാരെ അഹങ്കാരം കാണിക്കാനും ആക്രമിക്കാനും ധിക്കാരം കാണിക്കാനും വേണ്ടി നമ്മുടെ മനസ്സിന്റെ പവർ എന്നുള്ള ഒരു സ്കില്ലിനെ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഇനി മൂന്നാമതായി പറയുന്നത് ചാരിത്ര ശുദ്ധി എന്നുള്ള സ്കില്ലാണ്. ഈ സ്കിൽ നമുക്ക് നിർബന്ധമാണ്. ആ സ്കില്ല് ഇല്ലെങ്കിൽ അത് ഡെവലപ്പ് തന്നെ വേണം. ചാരിത്ര ശുദ്ധി എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ലൈംഗികമായിട്ടുള്ള ആ ഒരു മേഖലയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അത് മാത്രമല്ല, നല്ല ചാരിത്ര ശുദ്ധിയുള്ള ഒരാൾക്ക് മാത്രമേ ലജ്ജ, സൂക്ഷ്മത, മൃദുവായ സ്വഭാവം, തൃപ്തി, പരസഹായം എന്നീ ക്വാളിറ്റികൾ പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? ചാരിത്ര ശുദ്ധി എന്നുള്ള നമ്മുടെ ആ ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലജ്ജ ഉണ്ടാവുകയുള്ളൂ. മോശമായ വാക്കുകൾ പറയാതിരിക്കുക എന്നുള്ളത് ലജ്ജയുള്ള മനുഷ്യന്റെ സ്വഭാവമാണ്. ഗുഡ് ബിഹേവിയർ ഉള്ള ഒരാൾക്ക് ഒരിക്കലും തന്നെ മോശമായ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ല, അല്ലേ? ആൾക്കാരെ നെഗറ്റീവ് എനർജി കൊടുക്കുന്ന വാക്കുകളും പ്രവർത്തികളും നമ്മളെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അതിന് ലജ്ജ എന്നുള്ള ഒരു ക്വാളിറ്റി നമുക്ക് വേണം. ലജ്ജ എന്നുള്ള ക്വാളിറ്റി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചാരിത്ര ശുദ്ധിയെ നമ്മൾ ബെറ്റർ ആക്കി എടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആൾക്കാരോട് മൃദുവായി സമീപിക്കണമെങ്കിൽ, ആൾക്കാരോട് മാന്യമായി പെരുമാറണമെങ്കിൽ, ഒരു മനുഷ്യനോട് മാന്യമായി പെരുമാറണം എന്നുള്ള ആ ഒരു സ്കില്ല്, ആ ഒരു ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. മനസ്സിലായോ? അതേപോലെ തന്നെ തൃപ്തി നമ്മുടെ സ്വഭാവത്തിന് ഉണ്ടാവണം. അപ്പൊ ചാരിത്ര ശുദ്ധി എന്നുള്ള ഒരു സ്കില്ല് നമുക്ക് ദൈവം നമ്മുടെ മൈൻഡിന് തന്നിട്ടുള്ളത്, നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ മെമ്മറിക്ക്, നമ്മുടെ ബ്രെയിനിന് തന്നിട്ടുള്ളത് ലജ്ജ ഉണ്ടാക്കാനും സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ പെരുമാറാനും നല്ല രീതിയിൽ മൃദുവായിട്ട് ആൾക്കാരോട് പെരുമാറാനും എല്ലാത്തിലും ഒരു തൃപ്തി കണ്ടെത്താനുമാണ്. അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ ചാരിത്ര ശുദ്ധി എന്നുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് തന്നെ വേണം. മനസ്സിലായോ? അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങളിൽ ഒന്നാമതായി പറയുന്നത് വിജ്ഞാനം. അത് നമുക്ക് നിർബന്ധമാണ്. വിജ്ഞാനം നല്ല രീതിയിൽ ഉപയോഗിക്കണം. രണ്ടാമതായി പറയുന്നത് ധീരത, പവർ, മൈൻഡിനുള്ള ആ ഒരു പവർ, അതിനെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം. മൂന്നാമതായി പറയുന്നത് ചാരിത്ര ശുദ്ധി എന്നുള്ള ഒരു സ്കില്ലുണ്ട്. ലജ്ജയുള്ളവരുടെ ചാരിത്ര ശുദ്ധി എന്നുള്ള സ്കില്ല് ബെറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ സഹനശക്തി, മൃദുവായി ആൾക്കാരോട് നല്ല രീതിയിൽ ആൾക്കാരോട് പെരുമാറാനും എന്ത് വന്നാലും അക്സെപ്റ്റ് ചെയ്യാനുള്ള, തൃപ്തിപ്പെടാനുള്ള ഒരു കഴിവും നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ചാരിത്ര ശുദ്ധി എന്നുള്ള ഒരു സ്കില്ല് നല്ല രീതിയിൽ നമ്മൾ ഷാർപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ മനസ്സിലായോ? ഈ ഒരു ക്വാളിറ്റി, നമ്മുടെ ഈ ഒരു ക്വാളിറ്റി മോശമായി കഴിഞ്ഞാലാണ് ആർത്തിയുള്ളവരാവുകയും ആൾക്കാർ കാണാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടുകയും അസൂയൊക്കെ നമുക്ക് ഉണ്ടാവുക. മനസ്സിലായോ? നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ചാരിത്ര ശുദ്ധി എന്നുള്ള സ്കില്ല് മോശമാകുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയാ, ഒരു നാണമില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. എന്തും എവിടെയും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? അതിന് കാരണം എന്താണ്? അവരുള്ളിലുള്ള ഈ ഒരു സ്കില്ലിനെ അവർ മോശമായിട്ടാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അതുപോലെ ഭയങ്കര അസൂയ ഉള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. എന്തിനും ഏതിനും അസൂയപ്പെടുന്നത്. അനക്കത് കിട്ടിയല്ലോ, ഓ വല്ലാത്ത ജാതി, നീ അങ്ങനൊന്നും രക്ഷപ്പെടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ കാണാറില്ലേ? അത് എന്തുകൊണ്ടാണ്? അവരുള്ളിൽ ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു കഴിവിനെ അവർ മോശമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ പിശുക്ക് ഉണ്ടാകുന്നത് ഇത്തരക്കാരിൽ നിന്നാണ്, ഇത്തരമുള്ള ഒരു ആൾക്കാരിൽ നിന്നാണ്. നല്ല ചാരിത്ര ശുദ്ധി, നല്ല സ്കില്ലുള്ള ആൾക്കാർ, നല്ല ലജ്ജയും ക്ഷമയുള്ള ആൾക്കാർക്ക് ഒരിക്കലും പിശുക്ക് എന്നുള്ള ഒരു സ്വഭാവം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയില്ല. അപ്പോൾ അതേപോലെ തന്നെ അശ്ലീലം പറയുക, അശ്ലീലം ചെയ്യുക, ആ ഒരു സ്വഭാവം ഒരിക്കലും ഒരു നല്ല ക്യാരക്ടറിന് യോജിച്ച ഒരു കാര്യമേ അല്ല എന്ത് എന്നുള്ളത്, അശ്ലീലം പറയുക എന്നുള്ളത്. അപ്പൊ അശ്ലീല ചിന്തകളും അശ്ലീല വാക്കുകളും ഉപയോഗിക്കുന്നവർ ആരാണ്? അവർക്ക് അവരുടെ മനസ്സിനുള്ള ചാരിത്ര ശുദ്ധി എന്നുള്ള ഒരു സ്കില്ലിനെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സ്കില്ലിനെ ലജ്ജയ്ക്കും സൂക്ഷ്മതയ്ക്കും നല്ല സ്വഭാവത്തിനും ആൾക്കാരെ സഹായിക്കാനും തൃപ്തിപ്പെടാനും വേണ്ടി ഉപയോഗിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇംഗ്ലീഷ് വേർഡ്സ് ചോദിക്കുന്നുണ്ട്, ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, ഒന്നാമത്തത് ഞാൻ പറഞ്ഞു, വിജ്ഞാനം എന്നുള്ളതിന് നമ്മൾ എന്താ നോളേജ്, ആയ ഒരു രീതിയിൽ നമുക്കതിനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത് ധീരത എന്നുള്ളതിന് മൈൻഡ് പവർ.
അതിന് ഒരു പവർ എന്നുള്ളതിലേക്ക് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, ഇനി നാലാമതായിട്ട് നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ് നീതി. ഈക്വാലിറ്റി. നമുക്ക് ദൈവം തന്നുള്ള പല സ്കില്ലുകളെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൈകാര്യം ചെയ്യുമ്പോഴാണ് നല്ലൊരു ഗുഡ് ബിഹേവിയർ ഉണ്ടാകുന്നത്. മനസ്സിലായോ? നല്ലൊരു ഗുഡ് ബിഹേവിയർ ഉണ്ടാകുന്നത് അതെങ്ങനെ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വിവേകത്തെ, അതായത് നോളേജിന്, മത നിയമങ്ങൾക്കനുസരിച്ച്, മനസ്സിലായോ? വിവേകത്തിനും നമ്മുടെ ബുദ്ധിക്കും മത നിയമങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ ദേഷ്യത്തെയും മറ്റു വികാരങ്ങളെയും ക്രമീകരിക്കുക എന്നുള്ളതാണ് നീതി എന്നതുകൊണ്ട് ഈക്വാലിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ അഡിക്ഷൻസ്, നമ്മുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള വികാരങ്ങളെ, നമ്മുടെ മെന്റലി നമുക്ക് ഉണ്ടാകുന്ന മറ്റു വികാരങ്ങൾ, ദേഷ്യം, വാശി, ഇതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വികാരങ്ങൾ, അതേപോലെ തന്നെ സ്നേഹം, സന്തോഷം, കെയർ, ഇത്തരത്തിലുള്ള പല ഇമോഷൻസുകളെ നമ്മുടെ ബുദ്ധിയും ഇസ്ലാമിക മത നിയമങ്ങൾ ഉപയോഗിച്ച് ക്രമീകരിക്കണം, നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിക്കുമ്പോഴാണ് നല്ലൊരു നീതിയുക്തമായിട്ടുള്ള ഒരു ബിഹേവിയർ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. നീതി എന്നുള്ളത് നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ, ഈക്വാലിറ്റി എന്നുള്ളത് നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ, നല്ലൊരു ക്യാരക്ടർ, ഗുഡ് ബിഹേവിയർ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. മുഹമ്മദ് പറയുന്നുണ്ട്, ഖുർആനിൽ പറയുന്നുണ്ട്, മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് സത്യവിശ്വാസികളോട് നല്ല രീതിയിൽ പെരുമാറുന്നവരും, മനസ്സിലാക്കണം, നല്ല രീതിയിൽ പെരുമാറുന്നവരും, അവിശ്വാസികളോട്, അവരുടെ ശത്രുക്കളോട് ശക്തമായിട്ട് ദേഷ്യപ്പെടുന്നവരും അവരെ എതിർക്കുന്നവരുമാണ് വിശ്വാസി എന്ന് പറയുന്നത്. അപ്പോൾ ദേഷ്യം നമ്മൾ ആവശ്യ സമയത്ത് ആവശ്യമായ രൂപത്തിൽ ഉപയോഗിക്കണം. സ്നേഹം നമ്മൾ ആവശ്യ സമയത്ത് ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ മോശമാവും. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നമ്മൾ സ്നേഹം കൊടുക്കേണ്ട ആൾക്കാരുണ്ട്, അവരെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മോശമായിട്ടുള്ള ലവ് അഡിക്ഷൻ പോലുള്ള ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയും അതുവഴി നമ്മുടെ മെന്റൽ ഹെൽത്തും നമ്മുടെ ബിഹേവിയറും മോശമാവുകയും ചെയ്യും. മനസ്സിലായോ? ഏതൊരു സാധനത്തെയും, ഏതൊരു വസ്തുവിനെയും, ഏതൊരു വ്യക്തിയെയും അമിതമായിട്ട് സ്നേഹിക്കുമ്പോഴാണ് അത് അഡിക്ഷനിലേക്ക് എത്തുക. മനസ്സിലായോ? അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് ആവാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ നിയന്ത്രിക്കണം, നമ്മുടെ സ്നേഹം എന്നുള്ള വികാരത്തെ നമ്മൾ നിയന്ത്രിക്കണം. അതേപോലെ തന്നെ ദേഷ്യം കൂടുമ്പോഴാണ് നല്ല വാശിയും അക്രമ സ്വഭാവക്കാരും അതേപോലെ തന്നെ ധിക്കാരികളുമാകുന്നത്. അപ്പോൾ ദേഷ്യത്തെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ദേഷ്യത്തെ ഉപയോഗിക്കുക, ആ ഒരു വികാരത്തെ ഉപയോഗിക്കുക. അതേപോലെ തന്നെ വാശി എന്നുള്ളൊരു സ്കില്ല്, അത് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്തെ ഉപയോഗിക്കാൻ പാടുള്ളൂ. റിലേഷൻഷിപ്പ് മോശമാകുന്നത് എന്തുകൊണ്ടാണ്? ഭയങ്കര വാശി ഉണ്ടാകുമ്പോഴാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകുക. പക്ഷെ നമ്മൾ വാശി കാണിക്കണം എവിടെ? നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ നല്ല വാശി ഉണ്ടാവണം. അത് എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു വാശി നമുക്ക് നിർബന്ധമാണ്. അതേപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസം നേടുന്ന സമയത്ത്, വിവരങ്ങൾ നേടുന്ന സമയത്ത്, കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാശി നിർബന്ധമാണ്. എന്നാലേ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമുക്ക് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ എന്തുള്ളത്, മറ്റൊരു വികാരത്തെ പറയുകയാണെങ്കിൽ ഫീലിങ്സ്, ഇമോഷൻ ആവുന്ന ആൾക്കാർ, സങ്കടപ്പെടുന്ന ആൾക്കാർ, ആവശ്യമുള്ള സ്ഥലത്തെ സങ്കടപ്പെടാൻ പാടുള്ളൂ. വെറുതെ എല്ലാ സ്ഥലത്തും പോയിട്ട് കരയുകയും ദുഃഖിച്ചിരിക്കുകയും ചെയ്യരുത്. അത് നമ്മളെ ടെൻഷനാക്കും, നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും. നമുക്ക് കരയാനും സാഡായിട്ട് ഇരിക്കാനുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കണം. എല്ലാ സ്ഥലത്തും പോയിട്ട് നമ്മൾ സാഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. അതേപോലെ തന്നെ നമ്മൾ അത് ഡിപ്രഷൻ പോലുള്ള പല പല ഒരു മാനസിക പ്രശ്നങ്ങളിലേക്കും ആ ഒരു വികാരം നമ്മെ കൊണ്ടെത്തിക്കും. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യണം? ഇത് എന്താണ് ഇസ്ലാമിക് സൈക്കോളജി മുന്നോട്ട് വെക്കുന്നത്? ഗുഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയും ഇസ്ലാം കൽപ്പിക്കുന്ന മത നിയമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ദേഷ്യം അടക്കമുള്ള മനുഷ്യന്റെ എല്ലാ വികാരങ്ങളെയും അടക്കി നിർത്തുകയും ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഗുഡ് ക്യാരക്ടർ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ബെറ്റർ ആവണമെങ്കിൽ വിജ്ഞാനം, നമ്മുടെ നോളേജ്, അതേപോലെ തന്നെ മൈൻഡിലുള്ള ആ ഒരു പവർ, അതേപോലെ തന്നെ
ഫീലിങ്സുകളെ അടക്കി വെക്കാനുള്ള ചാരിത്ര ശുദ്ധി, അതേപോലെ തന്നെ ഇതിനൊക്കെ വളരെ വൃത്തിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഈക്വൽ ആയിട്ടുള്ള ഒരു സ്കിൽ അത് നമ്മളിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയിലേക്ക് നമുക്ക് എത്തിയാൽ നമ്മുടെ ബിഹേവിയർ ബെറ്റർ ആവും. അതായത് മോഡേൺ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന കാര്യം തന്നെയാണ്. നല്ല രീതിയിൽ വിജ്ഞാനം നിങ്ങൾ നേടിയെടുക്കണം. നിങ്ങൾ നിങ്ങളുടെ വികാരത്തെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഇമോഷണലെ ഫീലിങ്സുകളുടെ നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്, നമ്മുടെ സ്വഭാവം നന്നാവണമെങ്കിൽ നിങ്ങളുടെ വികാരത്തെ നിയന്ത്രിക്കണമെന്ന് പറയാത്തവരായി ആരുമില്ല. എല്ലാ സൈക്കോളജി ആശയങ്ങളും മുന്നോട്ട് വെക്കുന്നത് ആ ഒരു കാര്യത്തെ തന്നെയാണ്. അത് തന്നെയാണ് ഇസ്ലാമിക് സൈക്കോളജിയും മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, എങ്ങനെ, ഹൗ, എങ്ങനെ ഞാൻ എൻ്റെ ഇത് നിയന്ത്രിക്കണം, വിജ്ഞാനം ഉണ്ടാക്കണം, എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോൾ സ്വഭാവം എങ്ങനെ നമുക്ക് നന്നാക്കി എടുക്കാം, അതിൻ്റെ കുറച്ച് ഒരു ടിപ്സ് ചെറിയ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ കുറേ സമയമാവും. അപ്പൊ നമുക്ക് 1 hour ഇവിടെ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ അല്ലേ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചെറിയ രൂപത്തിൽ പറഞ്ഞുതരാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അഡിക്ഷൻസ്, മനസ്സിലായോ? അഡിക്ഷൻസിനെയും ദേഷ്യം, ഈ 2 ഇമോഷൻസിന് അല്ലെങ്കിൽ ഈ 2 സ്കില്ലുകൾ, ഈ 2 ഫീലിങ്സിനെ, അങ്ങനെ പറഞ്ഞേക്കാൻ പറ്റും, ഈ 2 ഫീലിങ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. ഈ 2 ഫീലിങ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ സെറ്റ് ആവും എന്നുള്ളതാണ് ഇസ്ലാമിക് സൈക്കോളജിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ആശയം. നമ്മുടെ അഡിക്ഷൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അഡിക്ഷൻ ആരോട് മാത്രമായിരിക്കണം? അത് ദൈവത്തോടും മുഹമ്മദ് നബിയോടും അല്ലെങ്കിൽ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. നമ്മൾ അഡിക്റ്റ് ആവേണ്ടത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. മറ്റൊരു വസ്തുവിലോ വ്യക്തിയിലോ നമ്മൾ അമിതമായി അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ സ്വഭാവത്തെ നശിപ്പിക്കുകയും നമ്മുടെ ലൈഫിനെ തന്നെ നശിപ്പിക്കും. അത് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരാളിലും അഡിക്റ്റ് ആവാൻ പാടില്ല. മുഹമ്മദ് നബി പറയുന്നുണ്ട്, നീ ഒരാളുടെയും പരിധി കടന്ന് ഒരാളുടെയും സുഹൃത്താവാൻ പാടില്ല. ഒരാളെ നീ പരിധി കടന്ന് സ്നേഹിക്കരുത്. ഒരാളെ നീ പരിധി കടന്ന് വെറുക്കുകയും ചെയ്യരുത്. കാരണം നാളെ അവൻ നിന്റെ ശത്രു ആയേക്കാം. നീ സ്നേഹിക്കുന്ന ആൾ നിന്റെ ശത്രു ആയേക്കാം, അല്ലെങ്കിൽ അവൻ നിന്നിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയേക്കാം. അപ്പൊ അത് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതേപോലെ നീ ഒരാളെ മോശമായിട്ട് ഒരാളോട് നീ വളരെ ശക്തമായ രീതിയിൽ എതിർപ്പ് കാണിക്കുകയും ശത്രു കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നാളെ അയാളായിരിക്കും നിന്നെ സഹായിക്കാൻ വരിക. അത് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ പറഞ്ഞു വന്നത് അതാണ്, അഡിക്ഷനെ നിയന്ത്രിക്കാൻ കഴിയും. അതേപോലെ തന്നെ ദേഷ്യം എന്നുള്ള ഒരു ഇമോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളെ ബിഹേവിയർ പകുതിയൊക്കെ ആയി. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം അസ്സബുർ നസ്ഫുൽ ഈമാൻ. വിശ്വാസത്തിന്റെ പകുതിയാണ് എന്നുള്ളത് ക്ഷമ എന്നുള്ളത്. ക്ഷമിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തൻ എന്ന് മുഹമ്മദ് നബി പ്രഖ്യാപിക്കാൻ കാരണം അത് തന്നെയാണ്. എന്താണ്? ക്ഷമ എന്നുള്ള ഒരു സാധനം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ബിഹേവിയർ ബെറ്റർ ആവുകയുള്ളൂ. അത് നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും പറയുന്ന കാര്യമാണ്. 1000 10,000 വട്ടം നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ക്ഷമിക്കാൻ പഠിക്കുക. അതിന് ഇസ്ലാം മുന്നോട്ടെടുക്കുന്ന ആശയങ്ങളുണ്ട്. നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ ആക്ഷൻസിനെ ചേഞ്ച് ചെയ്യുക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിയിരിക്കുക. അതിന് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്, നീ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ പോയി കടന്നോ എന്നാണ് മുഹമ്മദ് നബി പറയുന്നത്. അതേപോലെ തന്നെ നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഓടിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അതേപോലെ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ മറ്റൊരു കാര്യമാണ് ഉളു എടുക്കുക. നിങ്ങളുടെ കൈകാലുകള് തണുപ്പിക്കുക. ശരിയാണ്, നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ ബോഡി എന്താവും? ഹീറ്റാവും. ഹീറ്റാവുന്ന സമയത്ത് തണുപ്പിക്കുക. നല്ല പച്ചവെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ പോയിട്ട് ഉളു എടുക്കുക. കൈയും മുഖവും കാലൊക്കെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യുക. നമ്മുടെ കാലുകളും കൈകളൊക്കെ ഒന്ന് വാഷ് ചെയ്യുക. അപ്പൊ നമ്മുടെ ദേഷ്യം കുറഞ്ഞു വരും. മനസ്സിലായോ? അല്ലെങ്കിൽ നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറുക. ദേഷ്യം വരികയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കാതെ ഒന്ന് മുന്നോട്ടോ പുറകോട്ടോ അല്ലെങ്കിൽ മറ്റൊരു റൂമിലേക്കോ പോവുക. അപ്പൊ നിങ്ങളെ ദേഷ്യത്തെ അടക്കാൻ സാധിക്കും. ചിലരെല്ലാം കണ്ടിട്ടില്ലേ, ദേഷ്യം വരുമ്പോൾ ഇറങ്ങി ഓടുന്നത്, വാതിലൊക്കെ അടച്ചു ഓടും. അതോടുകൂടി അവന്റെ ദേഷ്യത്തെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുകയും അഡിക്ഷൻ എന്നുള്ള ആ ഒരു ഫീലിങ്സിനെയും കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ബിഹേവിയർ ബെറ്റർ ആക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഇതിന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഈത്തപ്പഴ കുരു, കാരക്കയുടെ കുരു, അത് നമ്മൾ എത്ര ശ്രമിച്ചാലും ആ കുരുവിൽ നിന്ന് നമുക്ക് ആപ്പിള് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ആപ്പിള് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ കുരുവിനെ നല്ല രീതിയിൽ സംസ്കരിച്ച് കുഴിച്ചിട്ട് വെള്ളവും വളവും കൊടുത്ത് അതിനെ നല്ലൊരു ഈത്തപ്പനയാക്കി മാറ്റണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അഡിക്ഷൻ, അതേപോലെ തന്നെ ദേഷ്യം എന്നുള്ള വികാരത്തെ നമുക്ക് ഒരിക്കലും നശിപ്പിച്ച് കളയാൻ പറ്റൂല. അതിനെ മാറ്റി വേറൊരു സാധനം ആക്കിയെടുക്കാൻ നമുക്ക് പറ്റൂല.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് നല്ല ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യണം. അഡിക്ഷൻ അള്ളാഹുലേക്ക് മാത്രമായിരിക്കണം, അള്ളാഹുലേക്ക് മാത്രം കണക്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ദേഷ്യത്തെ ഒതുക്കി ആവശ്യമുള്ളത് സ്ഥലത്ത് മാത്രം ദേഷ്യപ്പെടാൻ കഴിയുന്ന രൂപത്തിലാവണം. അപ്പോൾ അവിടെ നല്ലൊരു ബിഹേവിയർ ക്രിയേറ്റ് ആവും. മനസ്സിലായോ? എനിക്ക് വ്യക്തമാകുന്നുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് കടക്കാം. ശരിയും തെറ്റും മനസ്സിലാക്കുന്നവർക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. അല്ലെങ്കിൽ അത് നമ്മൾ പഠിക്കണം. ശരിയും തെറ്റും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് പഠിച്ച് അതിന് ആ സ്കില്ല് നമ്മൾ ആർജിച്ചെടുക്കണം. ആ ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. കാണാറില്ല, ഒരുപാട് തെറ്റുകളിൽ നിന്ന ആൾക്കാർക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ബിഹേവിയർ ചേഞ്ച് ആവുന്നത് നിങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പോ ഇവിടെ പറയുന്നതാണ് മനുഷ്യന്മാരുടെ മാറ്റം 3 രീതിയിലാണ്. ഒന്ന് നല്ല വളരെ വേഗത്തിൽ മാറാൻ സാധിക്കും, വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും. അവരുടെ മൈൻഡിനെ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ആൾക്കാർക്ക് ചെറിയൊരു ഉപദേശമോ ഒരു മോട്ടിവേഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും അവരെ ഇൻസ്പയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പുസ്തകമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസംഗമോ മതിയാവും അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ. മറ്റൊരു വിഭാഗമുണ്ട്, തെറ്റാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ അതിനെ അതിനെ മാറ്റിയെടുക്കാൻ, തെറ്റിൽ നിന്ന് തിരിഞ്ഞു പോരാൻ അവരുടെ വികാരം സമ്മതിക്കുന്നില്ല. തെറ്റുകളിൽ അഡിക്റ്റ് ആയി പോയ ആൾക്കാരുടെ പ്രശ്നമാണ്. അവർക്ക് അറിയാം തെറ്റാണ്, പക്ഷെ അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിന് പെട്ടെന്ന് റിക്കവറി ആവാൻ സാധിക്കില്ല. ഇവർക്കും ഈ ഒരു സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ നല്ല ക്ഷമ വേണം. അപ്പൊ അതിന് നമ്മൾ ഇത്തരത്തിലുള്ള ബിഹേവിയറുള്ള ആൾക്കാർ, ഇത്തരത്തിൽ അഡിക്ഷനിൽ ട്രാപ്ഡ് ആയ ആൾക്കാർ ചെയ്യേണ്ടത് അതിന്റെ ഒരു റീസൺ മനസ്സിലാക്കിയെടുക്കണം. ഈ ഒരു സ്വഭാവം എനിക്ക് മോശമാണെന്ന് തെളിവുകളോടുകൂടി കൃത്യമായി നമ്മുടെ മനസ്സിനെ നമ്മൾ ആദ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇത് എനിക്ക് പറ്റൂല, ഇത് നിന്റെ ഭാവിയെ നശിപ്പിക്കും, നിന്റെ സമയത്തെ നശിപ്പിക്കും, നിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുമെന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ആദ്യം പഠിപ്പിക്കണം. അത് പറഞ്ഞ് പഠിപ്പിച്ച് നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു ചിന്തയെ മെല്ലെ മെല്ലെ മാറ്റിയെടുത്തിട്ട് പിന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ മൊബൈലിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ലഹരിയിലോ ഒക്കെ അഡിക്റ്റ് ആയ ആൾക്കാർ ആദ്യം തന്നെ അവരെ കൊണ്ടുപോയിട്ട് അതൊക്കെ വലിച്ചെറിഞ്ഞ് നാളെ തന്നെ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി അവർ ട്രൈ ചെയ്താൽ 1-2 ദിവസമൊക്കെ അവർക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ചെയ്യുന്ന എൻ്റെ ഈ ഒരു സ്വഭാവം മോശമാണെന്ന് ആദ്യം നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾക്കാണ് ആ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ മൈൻഡ് ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്യും. ഇനി എന്ത് ചെയ്യണം? അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം 1-2 നല്ല ഹാബിറ്റ്സുകൾ, നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക. ഉദാഹരണം പറഞ്ഞാൽ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 10 വട്ടം അല്ലെങ്കിൽ ഒരു 2 പേജ് ഖുർആൻ ഓതുക, അല്ലെങ്കിൽ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, ദുഹാ സുന്നത്ത് നിസ്കരിക്കുക. അങ്ങനെ ചെറിയ ചെറിയ നന്മകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് പിന്നെ മെല്ലെ മെല്ലെ ഗ്രോ ചെയ്ത് കൊണ്ടുവരിക. അതാണ് ചെയ്യേണ്ടത്. വികാരങ്ങളിൽ അഡിക്റ്റ് ആയി പോയവര്, മോശം പ്രവർത്തനങ്ങളിൽ അഡിക്റ്റ് ആയി പോയവര് അവരുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ഇതാണ്. മനസ്സിലായോ? ഇനി മൂന്നാമതൊരു വിഭാഗം ആൾക്കാരുണ്ട്. അവര് പൂർണ്ണമായും തെറ്റിൽ അങ്ങ് മുഴുകി പോയിട്ടുണ്ടാവും. അവര് ചെയ്യുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ മോശമായിരിക്കും. അത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് മാറ്റിയെടുക്കൽ ഭയങ്കര പ്രയാസമാണ്. അവരെ നമ്മള് നല്ല അതില് സ്കിൽഡ് ആയിട്ടുള്ള നല്ല പണ്ഡിതന്മാരുടെ അടുത്ത്, അല്ലെങ്കിൽ നല്ല ഇസ്ലാമിക് കൗൺസിലർമാരുടെ അടുത്ത്, അല്ലെങ്കിൽ ഇസ്ലാമിക് സ്കോളേഴ്സിന്റെ അടുത്ത് അവരെ നമ്മൾ എത്തിക്കണം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോയി കൺസൾട്ട് ചെയ്യണം. സ്വയം മാറാൻ ശ്രമിച്ചാൽ അത് അവരെ പല പ്രശ്നങ്ങളിലേക്കും ചെന്നെത്തിക്കുകയും അത് പിന്നെ അവരെ ഒരിക്കലും തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിലാവുകയും ചെയ്യും. അപ്പോൾ പൂർണ്ണമായും നെഗറ്റീവിൽ മാത്രം ജയിക്കുന്ന ആൾക്കാർക്ക് നല്ല മാർഗനിർദ്ദേശം കൊടുക്കുന്ന, അവരെ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു രൂപത്തിലാണ് നിങ്ങളുടെ മനസ്സിന്റെ ചിന്താഗതി പോകുന്നതെങ്കിൽ നല്ലൊരാളെ പോയി എത്രയും പെട്ടെന്ന് കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ള നിർദ്ദേശം. അപ്പോ മനുഷ്യന്റെ സ്വഭാവം എന്നുള്ളത് 2 രീതിയിലാണ് മാറ്റിയെടുക്കാൻ പറ്റുക. ഒന്ന്, ഇസ്ലാമിക വിശ്വാസികളുടെ വിശ്വാസപ്രകാരം ദൈവം നേരിട്ട് അങ്ങ് മാറ്റും.
മനസ്സിലായോ? ദൈവത്തിന് നിമിഷ നേരം കൊണ്ട് ആരെയും മാറ്റിയെടുക്കാം. രണ്ടാമത്, അവൻ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് മാറ്റിയെടുക്കുക. അതാണ് ഭൂരിഭാഗം ആൾക്കാരിൽ നടക്കുന്നത്. അവര് കഷ്ടപ്പെട്ട് മാറ്റിയെടുക്കലാണ്. ഇമാം ഗസാലി റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, 30ഓളം വർഷങ്ങളാണ് അദ്ദേഹം ജനങ്ങളിൽ നിന്നും പൊതുകാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് തന്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ട് പേരും വേഷവും മാറ്റി പല നാടുകളിലൂടെ സഞ്ചരിച്ചത്. മനസ്സിലായോ? പല പണ്ഡിതന്മാരെയും പല ആത്മീയ ആചാര്യന്മാരെയും കണ്ടുമുട്ടി അവരുമായി ഇടപഴകിയാണ് ഇമാം ഗസാലി എന്ന പണ്ഡിതൻ വലിയൊരു മനുഷ്യനായത്, നല്ലൊരു സ്വഭാവത്തിന് ഉടമയായത്. ആ മനുഷ്യനാണ് മോഡേൺ ഇസ്ലാമിക് സൈക്കോളജിക്ക് ആവശ്യമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നത്. ഞാൻ ഈ പറയുന്ന പല പോയിന്റുകളും അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് തന്നെയാണ് നമ്മുടെ ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാൻ, നല്ലൊരു ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുക. അപ്പോൾ നമ്മളൊരു ഒരാളെ ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ, അല്ലെങ്കിൽ നല്ലൊരു സ്വഭാവം അല്ലെങ്കിൽ നല്ലൊരു ഹാബിറ്റ് ശീലമാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആദ്യം 1-2 ദിവസം ഒന്നും നമുക്ക് അത് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ സാധിക്കണം എന്നില്ല. ഉദാഹരണം പറഞ്ഞാല്, നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റ് ഒരു ഞാൻ പറഞ്ഞ പോലെ 2 പേജ് ഖുർആൻ ഓതാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ദിവസമൊക്കെ നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ, ആ ഒരു എന്താ പറയുക, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ചെയ്യും. 2-ാം ദിവസവും നമ്മൾ ചിലപ്പോൾ ചെയ്യും. 3-ാം ദിവസം ഒരു മടി വരും. സ്വാഭാവികമാണ്, ഒരു മടി വരും. അപ്പൊ മടിയോട് കൂടിയൊക്കെ ചെയ്യാം. 4-ാം ദിവസം അപ്പൊ അത് മുടങ്ങിപ്പോകും. അപ്പൊ എന്ത് ചെയ്യണം? ആ മടി വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, ശരിയാണ്, മടി വരും. മടി വരുന്ന സമയത്ത്, മടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തൽ ചെയ്യേണ്ടത്, ഇതിന്റെ ഭാഗമാണ്, എന്നെ കൊണ്ട് കഴിയും, മടി ഇതിന്റെ ഭാഗമാണെന്ന് അക്സെപ്റ്റ് ചെയ്യണം, തിരിച്ചറിയണം. എന്നിട്ട് 4-ാമത്തെ ദിവസവും വീണ്ടും ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ 3, 5, 6 ദിവസങ്ങൾ, 7, 8 ദിവസങ്ങൾ നമ്മൾ ആ ഒരു മടിയോട് കൂടെ തന്നെ ക്ഷമിച്ചുകൊണ്ട് ആ ഒരു ശീലം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടും. മനസ്സിലായോ? രാവിലെ എന്താ ചെയ്യുക? ഞാനൊക്കെ പറയുകയാണെങ്കിൽ രാവിലത്തെ ആ ഒരു സമയം നല്ല കാര്യങ്ങൾ, ഉദാഹരണത്തിന് പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ പ്രയാസമുള്ള ഒരാളായിരുന്നു. പക്ഷെ എനിക്കറിയാം അത് നല്ല സമയമാണെന്നും, അത് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിനെ വളരെയധികം സ്വാധീനിക്കുമെന്ന് അറിയാം. പക്ഷെ എനിക്കത് ശീലിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യം ഇത് തന്നെയാണ്. 1-2 ദിവസമൊക്കെ ശ്രമിച്ചു. 3-ാമത്തെ ദിവസം മടി കുടുങ്ങി. അപ്പൊ ഞാൻ എനിക്ക് നിർദ്ദേശം തരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പോയിട്ട് അവരോട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു തന്നു, അത് സ്വാഭാവികമാണ്, നാളെ നീ ഒന്ന് ചെയ്തു നോക്കുക. അങ്ങനെ വീണ്ടും നാളെയും മറ്റന്നാളും അങ്ങനെ വീണ്ടും മടിയോട് കൂടെ ആണെങ്കിലും കഷ്ടപ്പെട്ടു. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എങ്ങനെയോ പിടിച്ചു നിന്നതാണ്. ആ ഒരു അരമണിക്കൂർ ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്തിരുന്നത്. ആ ഒരു അരമണിക്കൂർ ആകുന്നവരെ എങ്ങനെയൊക്കെ പിടിച്ചെന്ന് വാച്ചിൽ നോക്കും, ഫോണിൽ നോക്കും, സമയമായോ. അങ്ങനെ പിടിച്ചു നിന്ന് ആ എന്നും രാവിലെ അരമണിക്കൂർ വായിക്കുക എന്നുള്ള സ്കില്ല് ഞാൻ നേടിയെടുത്തു. ഇപ്പൊ എനിക്ക് അത് ചെയ്തില്ലെങ്കിൽ ഒരു ഇടങ്ങേറാണ്, സത്യമാണ്. എന്നും രാവിലെ എഴുന്നേറ്റ് നിസ്കാരവും മുഹത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ എന്തെങ്കിലുമൊക്കെ നോളേജ് വായിക്കുകയോ കേൾക്കുകയോ എഴുതുകയോ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷനാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇമാം ഗസാലി റളിയല്ലാഹു പറയുന്നുണ്ട്, ശരിയാണ്, നിനക്ക് മടി ഉണ്ടാകും, ഉറപ്പാണ്. മടി അല്ലാതെ സ്വിച്ച് ഇടുമ്പോഴത്തേനും ആരും മാറ്റിയെടുക്കുക, ആരും മാറൂല. അപ്പൊ ആ മടി ഉണ്ടാകും. ആ മടി ഇതിന്റെ ഭാഗമാണെന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ആക്ഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊക്കെ നിനക്ക് ഇഷ്ടപ്പെടും. സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തെ കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരീക്ഷിക്കുന്നുണ്ട്. മുഹമ്മദ് നബി പറയുന്നുണ്ട്, ഒരു മിനിറ്റ്, മനുഷ്യൻ ആദ്യം നേടിയെടുക്കേണ്ടത് ശരീരം ശുദ്ധിയാക്കാനും നല്ല ശീലങ്ങൾ ഒരാളെ സ്വഭാവത്തെ മാറ്റിയെടുക്കുന്നത് ആദ്യം അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയും, അത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെ ഇഷ്ടപ്പെടുകയും മനസ്സിനെ സ്വാധീനിക്കുകയും അതുവഴി നിങ്ങൾക്ക് ആ ഒരു ആക്ഷൻ, ആ ഒരു ബിഹേവിയർ ചെയ്യാൻ സാധിക്കുകയും എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലായല്ലോ? അത് വീണ്ടും പറയുന്നുണ്ട്, മനുഷ്യ, നീ ആദ്യം നേടിയെടുക്കേണ്ടത് ശരീരം ശുദ്ധിയാക്കാനും നിസ്കാരം പോലുള്ള ശാരീരിക ആരാധനകൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ബിഹേവിയർ മോശമായ ആൾക്കാർക്ക്, അല്ലെങ്കിൽ പുതിയ പുതിയ നല്ല നല്ല ഹാബിറ്റ്സുകൾ ശീലമാക്കാൻ കഴിയാത്ത ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ശരീരത്തെയൊക്കെ ശുദ്ധിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ക്ലീൻ ആവാൻ ശ്രമിക്കുക ആദ്യം.
നന്നായിട്ട് പല്ല് ബ്രഷ് ചെയ്യുക, കുളിക്കുക, ഡെയിലി വുളു എടുക്കാൻ വേണ്ടിയൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ റൂം വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക, നമ്മുടെ ഡ്രസ്സ് വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക, നമ്മൾ ഇടപഴകുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? നിസ്കാരം പോലുള്ള ബോഡി കൊണ്ട് ചെയ്യേണ്ട അത്തരത്തിലുള്ള ഹാബിറ്റ്സുകൾ, അത്തരത്തിലുള്ള ശീലങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നന്നാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആദ്യം നിങ്ങളുടെ ബോഡി എൻഗേജ്ഡ് ആവുന്ന, നിങ്ങളുടെ ശരീരം എൻഗേജ്ഡ് ആവുന്ന പണികൾ ചെയ്യുക. മനസ്സിലായോ? അതിൽപ്പെട്ട ഒന്നാണ് വൃത്തി ശീലിക്കുക എന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്നും ഉളു ശീലമാക്കാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലായോ? എന്നും ഉളു ശീലമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ എന്നും 2 നേരം ബ്രഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ബോഡി ഒരു പുതിയ കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ മെല്ലെ അതൊരു നിസ്കാരത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നും 5 വക്ത് നിസ്കരിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ കൃത്യമായി 5 നേരം നിസ്കരിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. 5 നേരം നിസ്കരിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ അതിനുശേഷം മെല്ലെ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയും അത്തരത്തിലുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ പഠിക്കാൻ വേണ്ടിയും ഇസ്ലാമികമായ നോളജ് നേടാൻ വേണ്ടിയൊക്കെ സമയം ചിലവഴിക്കുക. അങ്ങനെ മെല്ലെ 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 ഗ്രോ ചെയ്ത് നമുക്ക് നമ്മുടെ കൂടുതൽ വിജ്ഞാനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ, കൂടുതൽ നല്ല നല്ല ആക്ഷൻസുകൾ, നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഡേ ലൈഫിൽ സജീവമായി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിഹേവിയർ ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ട് വരും എന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ ഇസ്ലാമിക് സൈക്കോളജിസ്റ്റുകൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. മോഡേൺ സൈക്കോളജി പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങളുടെ ആക്ഷൻസിനെ നിങ്ങൾ റെഡിയാക്കി എടുക്കുക, എന്നിട്ട് ഓരോരോ ഹാബിറ്റ്സുകൾ, ഗുഡ് ഹാബിറ്റ്സുകൾ നിങ്ങൾ ശീലമാക്കുക. നല്ല 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 വിജ്ഞാനങ്ങൾ, നോളജുകൾ നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി, അക്യൂർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുവഴി അത് നിങ്ങളുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. അതേപോലെ പറയുന്ന ഒരു കാര്യമാണ് നല്ല ആൾക്കാരുമായിട്ട് ഇടപെടാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ആൾക്കാരുമായിട്ട് നമ്മുടെ സമയം ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കും. ഇത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. മനസ്സിലായോ? അപ്പൊ മോഡേൺ സൈക്കോളജി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളും പണ്ടേ ഇസ്ലാമും മുഹമ്മദ് നബിയും ഖുർആാനും ഇസ്ലാമിക പണ്ഡിതന്മാരും പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, വളരെ മോശമായ ഒരാളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? വളരെ മോശമായ ഒരാളെ എന്ത് പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല, എന്ത് ചെയ്തിട്ടും മനസ്സിലാകുന്നില്ല, അങ്ങനത്തെ ഒരാളെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും? അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ മാറ്റിയെടുക്കേണ്ട ഒരു ചെറിയൊരു മെത്തേഡ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല, എന്നാലും ഞാൻ ചെറിയ രീതിയിൽ പറഞ്ഞുതരാം. അവർക്ക് ഇഷ്ടമുള്ള കാര്യം, മനസ്സിലായോ? ഭയങ്കരമായിട്ട് ഫുൾ നെഗറ്റീവ് മാത്രം ചെയ്യുന്ന ആൾക്കാർ, പൂർണ്ണമായും തെറ്റിൽ മാത്രം ഉൾക്കൊള്ളുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം. ആദ്യം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പ്രോത്സാഹിപ്പിക്കണം. ചിലപ്പോൾ അവർക്ക് എന്നും കളിക്കാനായിട്ട് ഇഷ്ടം, അപ്പോൾ കളിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. അല്ലെങ്കിൽ അവർക്ക് എന്നും നല്ല നല്ല ചിത്രങ്ങൾ വരക്കാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നല്ല നല്ല പാട്ട് കേൾക്കാനൊക്കെ ആയിട്ട് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അതിനവരെ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് എന്താണോ ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവരും നമ്മൾ തമ്മിലൊരു മാനസികമായിട്ടൊരു ബന്ധം നേടിയെടുക്കാൻ സാധിക്കും. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനൊരു സന്തോഷം കിട്ടും, ഒരു ആനന്ദം കിട്ടും. അതിലവര് മുഴുകി, അല്ലെങ്കിൽ അതിലവര് സെറ്റായി എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരെ എന്താ പറയുക, ഭംഗിയുള്ളവരാവാനും വൃത്തിയുള്ളവരാവാനും വേണ്ടിയിട്ട് ശീലിപ്പിക്കണം. അപ്പോൾ ഒരാൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മെല്ലെ മെല്ലെ നല്ല വൃത്തിയുള്ള അവരെ വൃത്തിയാവാൻ വേണ്ടി അവരോട് പറയുക. അവരുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി പറയുക. അവരുടെ സ്വയം ഒന്ന് വൃത്തിയായി നടക്കാൻ വേണ്ടി, ഭംഗിയായി നടക്കാൻ വേണ്ടി പറയുക. അതേപോലെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവരെ ഭംഗിയാക്കുക. അങ്ങനെ അവരെ ഭംഗി എന്നുള്ള ആ ഒരു സാധനത്തെ, ബ്യൂട്ടി എന്നുള്ള, സൗന്ദര്യം എന്നുള്ള സാധനത്തിലേക്ക് അവരെ മെല്ലെ, ആ ഒരു ഫീലിങ്സിലേക്ക് അവരെ മെല്ലെ ആകർഷിപ്പിക്കുക. നല്ല സൗന്ദര്യം വേണം എന്നുള്ള, നല്ല വൃത്തി വേണം എന്നുള്ളത് മെല്ലെ മെല്ലെ അവരെ ബോധ്യപ്പെടുത്തി കൊണ്ടുവരിക. അങ്ങനെ ബോധ്യപ്പെടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അവർക്ക് നമ്മൾ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം. മനസ്സിലായോ? ഓരോരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ട് നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയും, ഞാൻ ഇതൊക്കെ ചെയ്യാൻ പ്രാപ്തനാണ്, നീ ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്ന് അവനക്ക് മെല്ലെ മെല്ലെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ സ്ഥാനത്തോടും പദവികളോടും ഒരു ചെറിയ ചെറിയ ആഗ്രഹം അവന്റെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. മനസ്സിലായോ? പിന്നെ അവസാന സമയത്താണ് നമ്മൾ അവനെ പിന്നെ എന്താ പറയുക, ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും വിജ്ഞാനങ്ങളെ കുറിച്ചും നോളജിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. അവനക്ക് പിന്നെ അതിനുശേഷം ആണ് അവനക്ക് നമ്മൾ എന്താ പറയുക, നല്ല വിവരങ്ങൾ
വിട്ടുകൊടുക്കേണ്ടത്. നമ്മൾ ടീച്ചർമാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ക്ലാസ്സിൽ പൊട്ടിത്തെറിച്ചുന്ന ആളെ എടുത്തിട്ട് ലീഡറാക്കും, അല്ലെ? എന്നിട്ട് അവനെങ്ങനെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ലീഡർ പഠിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ? ലീഡർ പഠിക്കാതിരുന്ന മോശമല്ലേ? അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ, എന്നെ കൊണ്ട് എല്ലാത്തിനും നല്ല നല്ല കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്ന ആൾക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അങ്ങനെ അവർക്ക് വിവരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, നല്ല നല്ല വിജ്ഞാനങ്ങൾ, നല്ല നല്ല അറിവുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ അറിവുകൾ അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ബിഹേവിയറിന് ചേഞ്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് മോശം ചിന്താഗതിയിൽ ജീവിക്കുന്ന ആൾക്കാരെ മെല്ലെ മെല്ലെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുന്നത്. അപ്പോ കുറെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, തീരുമാനങ്ങൾ എടുക്കാനും ക്ഷമിക്കാനുമുള്ള ധൈര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ജീവിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഒരു ഗുഡ് ബിഹേവിയർ, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ മോശമുള്ള ക്യാരക്ടറുകളെ നമ്മൾ എങ്ങനെ മാറ്റിക്കൊണ്ടുവരണം എന്നുള്ളതൊക്കെ ഒരു ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അതേപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അധികം പറയാം, അതിനുള്ള സമയമാണ്. ഓക്കെ, ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ, സാർ ആ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഹലോ, നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. അതേപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയാൻ ആഗ്രഹമുണ്ട്, അതും പറയണമെന്ന് എന്താ പറയുക, സ്നേഹത്തിന്റെ ഭാഷയിൽ എന്താ പറയുക, ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം പ്ലീസ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എനിക്ക് രാവിലെ പിന്നെ ഫജ്ർ നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഉറങ്ങാതെ ഏറ്റവും കൂടുതൽ നല്ല സമയം ആയിട്ട് കാണുന്ന സമയമാണല്ലോ, ഉപയോഗപ്പെടുത്തേണ്ട സമയമാണ്. ആ സമയത്ത് ഉറക്കം എത്രയായിട്ടും ഇനിയിപ്പോ എത്ര നേരത്തെ കിടന്നാലും വിശ്വാസികരിച്ച് പാടെ കിടന്നാൽ പോലും ആ സമയത്ത് ശീലിച്ചു പോയതാണ്. ആ സമയത്ത് പിന്നെ ഉറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല. പറയുമ്പോൾ എനിക്ക് 7 മണിക്ക് ഡ്യൂട്ടിക്ക് എത്തണം. ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് പോലും ഒരു അരമണിക്കൂറാണെങ്കിലും അരമണിക്കൂർ, 1 മണിക്കൂർ, എത്ര കുറഞ്ഞ സമയമാണെങ്കിൽ പോലും അതിനുള്ള സമയമൊന്നും ഇല്ല ശരിക്കും. ഒരു ഉറങ്ങാനുള്ള സമയം ഇല്ലെങ്കിൽ പോലും ആ സമയത്തൊന്ന് ചെറുതായിട്ട് ഉറങ്ങാതിരിക്കാൻ പറ്റാതായി പോയിട്ടുണ്ട് കുറെ ആയിട്ട്. അത് എന്താ പറയാ, നമ്മൾ ശീലിച്ചെടുത്തൊരു ഹാബിറ്റ്സ് ആണ്. അപ്പൊ ആ ശീലം മാറ്റിയെടുക്കാൻ ഞാൻ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ആദ്യം എന്ത് ചെയ്യാൻ അറിയോ, നിസ്കാരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉളു എടുക്കുക. നിസ്കാരം ഓർത്ത് കഴിഞ്ഞാൽ നേരെ പോയി ഉളു എടുക്കുക, മനസ്സിലായോ? നേരെ പോയി ഉളു എടുത്തിട്ട്, അതായത് ഇസ്ലാമിക ശാസ്ത്രപ്രകാരം ഉറക്കം അനുവദിക്കാത്ത ഒരു സമയം എന്നാണ്, ഉറക്കം തീരെ ഉറങ്ങരുതെന്ന് പറഞ്ഞ സമയം എന്ന് വെച്ചാൽ ഈ ഒരു സുബഹി നിസ്കരിച്ചത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയമാണ്. ഇപ്പൊ നമ്മുടെ പള്ളിയിലേക്കുള്ള ഒരു സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 20 മിനിറ്റ് നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, സമയം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ആ ഒരു 20 മിനിറ്റ് ഉറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് മാത്രം വേണ്ടി പ്രാക്ടീസ് ചെയ്താൽ മതി. ആദ്യം ആ ഒരു 20 മിനിറ്റ് ഉറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, അതിപ്പോ നിങ്ങൾക്ക് എന്താ പറയുക, എന്തെങ്കിലും ഒരു ഗെയിം കളിക്കാനാണെങ്കിൽ അത് പോയി ചെയ്യുക, മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വായിക്കാനോ പഠിക്കാനോ എന്തെങ്കിലും കാണാനോ കേൾക്കാനോ ഇഷ്ടമല്ല, അത് ചെയ്യുക. ഇഷ്ടപ്പെട്ട കാര്യം ആ സമയത്ത് വേണ്ടി ആ ഒരു 20 മിനിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആദ്യം പോയി ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഉറങ്ങാനാണ്. അതുകൊണ്ട് അതേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നി അതായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോ ഉറക്കം എന്നുള്ളത് കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ നിങ്ങൾ ആദ്യം അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാറ്, ഉറങ്ങിക്കോളി. അതിന്റെ കൂടെ തന്നെ ഈ സമയത്ത്
ഇല്ല എന്നുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യമാണ്, അതിന്റെ നെഗറ്റീവ് എന്താണെന്ന് ആദ്യം പോയി പഠിക്കുക, മനസ്സിലാക്കുക. ആ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു ദിവസമെങ്കിലും ഉറങ്ങാതിരിക്കണം. അപ്പോൾ ഒരു ദിവസം ഉറങ്ങാതിരിക്കുക. അങ്ങനെ അത് പിന്നെ മെല്ലെ മെല്ലെ ശീലിച്ചെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു നിർദ്ദേശം എന്ന് വെച്ചാൽ, ഒരു 2-3 ദിവസം ഉറങ്ങിയാൽ, ഈ ഒരു സമയത്ത് രാവിലെ ഉറങ്ങിയാൽ എനിക്ക് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടാവും, എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും നിങ്ങളൊന്ന് ജസ്റ്റ് സ്റ്റഡി ചെയ്യും, പഠിക്കുക, അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്കൊരു ഉള്ളിൽ നിന്നൊരു ബോധ്യം ഇങ്ങനെ മെല്ലെ മെല്ലെ വരും. ഒരു ദിവസമെങ്കിലും ഉറങ്ങാതിരിക്കണം എന്ന് തോന്നും. ആ ഒരു ദിവസം എന്നിട്ട് ഉറങ്ങാതിരിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ മെല്ലെ മെല്ലെ അത് ഒരു ശീലമാക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇൻഷാല്ലാ ഇൻഷാല്ലാ ഇൻഷാല്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആദ്യം നിങ്ങൾ പോയി പഠിക്കുക. വിവരമാണ്, വിജ്ഞാനമാണ്, വിവേകമാണ് മനുഷ്യനെ മാറ്റുക എന്നാണല്ലോ. അതാണ് ചെയ്യേണ്ടത്. ഇൻഷാല്ലാ ഇൻഷാല്ലാ. ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈർ. 1-2 മിനിറ്റുള്ള ഷോർട്സ് കണ്ടാലും മതി. ഇപ്പോഴത്തെ കാലത്ത് ഷോർട്സ് തന്നെ ധാരാളമാണ് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ. ഇൻഷാല്ലാ ഇൻഷാല്ലാ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഹലോ ഉസ്താദെ, ഒരു ഡൗട്ട്. ഈ സ്കൂൾ ചോദിച്ചോ. കുട്ടികളൊക്കെ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈരാഗ്യം പോലെ അടിപിടി, അതുപോലെ ഷഹബാസ് എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ ഒരു മരണപ്പെട്ടല്ലോ. അപ്പൊ ഇത്തരം കുട്ടികളെ റെഡിയാക്കി എടുക്കാൻ എന്താ ചെയ്യാം? അത് വയലൻസ് ആയുള്ള എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അക്രമ സ്വഭാവം ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ ആദ്യം അവർ ഒബ്സർവ് ചെയ്ത് നോക്കി, അവരെന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, അവരാരെ കൂടെയാണ് അവരുടെ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അവര് കാണുന്ന, അവര് കേൾക്കുന്ന കാര്യങ്ങളാണ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുക. കുട്ടികൾ കണ്ടുപഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ക്ലാസ്സിലുള്ള ടീച്ചറുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ ആരുടെ കൂടെയാണ് അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത്, അവരുടെ ഫ്രണ്ട് സർക്കിൾ ആരാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയെടുക്കണം. അതേപോലെ അവര് മൊബൈല്, സ്മാർട്ട് ഫോൺ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർ എന്തൊക്കെ കാണുന്നുണ്ട്, എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട, ആരാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, ആരാണ് അവർക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബർ, ആരാണ് അവർക്ക് ഇഷ്ടപ്പെട്ട, എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഗെയിം എന്നൊക്കെ മനസ്സിലാക്കി. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും എവിടെ മാറ്റം വരുത്തണം എന്നുള്ളത്. അത് മെല്ലെ മാറ്റം വരുത്താനേ കഴിയുള്ളൂ. അത് ആദ്യം ബോധ്യപ്പെട്ടി കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന് അവരുടെ കൂട്ടുകെട്ട് മോശമാണെങ്കിൽ നല്ല സുഹൃത്തുക്കളുടെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. അതിനാദ്യം നമ്മൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവണം. അവനോട് ഇങ്ങനെ സോപ്പിട്ട് അവനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അവന്റെ ലൈഫിൽ അവന് പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്ന രൂപത്തിൽ നിങ്ങൾ അവൻ്റെ ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറിയതിന് ശേഷം, അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് പറയുന്ന എന്ത് കേൾക്കാൻ ഒരു കുട്ടി തയ്യാറാണ്. അപ്പൊ അവനോട് പറയണം, നീ ഇവരോട് കൂട്ടുകൂടരുത്, ഇങ്ങനെ മാറ്റിയെടുക്കണം. ഞാനൊരു എക്സാമ്പിൾ ആട്ടോ പറഞ്ഞത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ കുട്ടി എന്താണ് കാണുന്നത്, കേൾക്കുന്നത്, ആരുടെ കൂടെയാണ് അവരുടെ സമയം ചെലവഴിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഒരു ഫൈൻഡിങ്ങിന് നിങ്ങൾ എത്തണം. എന്നാലേ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഹലോ ഹലോ, റിപ്ലൈ ഒന്നും വരുന്നില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. സ്റ്റുഡന്റ് ആണ്. അതേപോലെ വേറൊരു കാര്യം ഇങ്ങനെ കൂടി ശ്രദ്ധിക്കണം. ഈ ന്യൂസ് പേപ്പറിലെ ന്യൂസിലൊക്കെ നമ്മളിങ്ങനെ ഓരോ ഇതുപോലത്തെ വിഷയങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഡൗട്ട് ചോദിച്ചെന്നുള്ളൂ. ഓക്കെ. പിന്നെ നമ്മളെ കുട്ടികൾ ദൈവികമായി എത്രത്തോളം വിവേകമുള്ളവരാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ മക്കൾക്ക് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിനെ കുറിച്ചും മുഹമ്മദ് നബിയെ കുറിച്ചും അവരുടെ ക്ഷമാശീലത്തെ കുറിച്ചും അവരുടെ ഗുണത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പ്ലീസ്. സാർ, അതിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞോട്ടെ? അത് അവരുടെ വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയൊക്കെയാണെന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിയുകയും, അതുപോലെ തന്നെ അവരുടെ ചൈൽഡ്ഹുഡിലുള്ള ചിലപ്പോ ചില ആളുകളുള്ള വ്യക്തി വൈരാഗ്യങ്ങൾ, അതൊക്കെ പിന്നീട് വലുതായി കഴിയുമ്പം മറ്റുള്ളവരിൽ അത് ബിഹേവ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ആണെന്ന് പറയുന്നുണ്ടല്ലോ. ശരിയല്ലേ? അതെ, ഉണ്ട്. ഹലോ, അത് കറക്റ്റ് ആണ്. അതായത് ഒരു മനുഷ്യന്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത്
അവരുടെ വീടുകളിൽ നിന്നും അവരുടെ സമൂഹത്തിൽ നിന്നും അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നാണ്. അവർ അതിനെ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒബ്സർവ് ചെയ്യാനുള്ള സ്കില്ല് കിട്ടുന്നത് തന്നിലെ ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എങ്ങനെ ഒരു കാര്യത്തെ സ്വാധീനിക്കുന്നു. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് അത് തന്നെ കുട്ടികളും കണ്ടുപഠിക്കും. അപ്പോൾ കുട്ടികളുടെ ക്യാരക്ടർ ശരിയാവണമെങ്കിൽ ആദ്യം നമ്മുടെ ക്യാരക്ടർ ശരിയാവണം. ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ ക്യാരക്ടർ മോശമായ ഒരാൾ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ മാറ്റണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി അവർ തമ്മിൽ നല്ലൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. മനസ്സിലായോ? പിന്നെ അവർക്ക് ഭംഗിയെക്കുറിച്ചും ബ്യൂട്ടിയെക്കുറിച്ചും നല്ല രീതിയിൽ അതായത് ഭംഗിയായിട്ട് സൗന്ദര്യത്തെക്കുറിച്ച് അവർക്ക് ഇങ്ങനെ ബോധ്യപ്പെടുത്തി അങ്ങനെ അവരെ നടക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. പിന്നെ അവരെ നമ്മൾ മെല്ലെ മെല്ലെ നല്ലൊരു ലീഡർഷിപ്പ്, അതായത് ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിക്കണം അവരോട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്വ ബോധമുള്ളവരായി ആ രീതിയിൽ അങ്ങനെ ഇത്രയും 3 സ്റ്റെപ്സ് കഴിയുമ്പോൾ അവർ നമ്മളിലേക്ക് കൂടുതലായിട്ട് അടുക്കും. നമ്മൾ അവരുമായി നല്ലൊരു ബന്ധം ഉണ്ടാകും. അങ്ങനെ അതിനുശേഷമായിരിക്കണം അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കേണ്ടത്. അത് പുസ്തക രൂപത്തിലാവാം, നല്ല വീഡിയോസ് കാണിച്ചു കൊടുത്തിട്ടാവാം, നല്ല ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അവരുടെ ഉപദേശം കേൾപ്പിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മെല്ലെ മെല്ലെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ മാറ്റം വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ച് നല്ലൊരു ക്യാരക്ടറിലേക്ക് അവർക്ക് നമ്മളെ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇനി കുട്ടികൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളെ ഏതെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് അവർ ശീലിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ആദ്യം മാറ്റിയെടുക്കണം. അപ്പൊ കുട്ടി അത് കണ്ട് മാറ്റുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? അതുപോലെ തന്നെയാണ് പേരൻസ് തമ്മിൽ വീട്ടിലുണ്ടാകുന്ന ചെറിയ വഴക്കുകളൊക്കെ കുട്ടികൾ കാണാനും അറിയാനും സാധിച്ചു കഴിഞ്ഞാൽ അതും കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവരിൽ അത് പ്രകടമാവുന്നല്ലേ. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വീട്ടില് രക്ഷിതാക്കള് എങ്ങനെ അവരുമായിട്ട് എങ്ങനെ പെരുമാറുന്നു, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷിതാക്കൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ദേഷ്യം വരുമ്പോൾ രക്ഷിതാവ് എങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കുന്നു, സ്നേഹം വരുമ്പോൾ സ്നേഹം ഉണ്ടാകുമ്പോൾ എൻ്റെ ഒപ്പം എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, അത് കണ്ടിട്ട് തന്നെയാണ് കുട്ടി പഠിക്കുക. അപ്പോൾ അതൊക്കെ അതാണ് പറഞ്ഞത്, കുട്ടികളെ മുന്നിൽ നമ്മൾ അഭിനയിക്കെങ്കിലും വേണം, മിനിമം നല്ല രീതിയിൽ അഭിനയിക്കെങ്കിലും വേണം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇവിടെ ഒരാൾ സംശയം ചോദിച്ചു. അവരുടെ കുട്ടി എന്താ പറയാ, സ്കൂളിലെ ഒരു കുട്ടി ബാക്കിയുള്ളവരെ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരു കുട്ടിയാണ്. ബാക്കിയുള്ളവരെ തച്ചും അവരുമായിട്ട് അങ്ങനെ ഒരു കുട്ടിയെ വേദനിപ്പിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുന്ന ആളാണെന്നുള്ളത്. അങ്ങനത്തെ കുട്ടിയെ എങ്ങനെ മാറ്റാമെന്ന് അപ്പോൾ ആ കുട്ടി അങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ കുട്ടികളൊക്കെ കാരണം അതാണ്, വീട്ടിൽ നിന്ന് വേണ്ട രീതിയിലുള്ള പരിചരണം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. അവരുടെ എന്താ പറയാ കെട്ടയച്ച് വിട്ടത് കൊണ്ടാണ്. എന്താ പറയാ, അല്ലെങ്കിൽ രക്ഷിതാക്കള് ജോലിക്ക് വേണ്ടി മാത്രം സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ മക്കൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം. ഇസ്ലാമിക് സൈക്കോളജി പറയുന്നത് ദിവസം രാവിലെയും മിനിമം രാത്രിയെങ്കിലും വീട്ടുകാരുമായി മക്കളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോഴേ നമ്മുടെ കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കുട്ടിയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇനി ഇങ്ങനെ സ്വഭാവക്കാരായ മക്കളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ നല്ലൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള ഒരു നിർദ്ദേശം. ഓക്കെ അല്ലേ? അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഹലോ, പിന്നെ ആ സംശയം ചോദിച്ച ആളോട് നിങ്ങൾക്ക് ആ കുട്ടിയെ സ്വാധീനിക്കാൻ കഴിയും. എങ്ങനെയാന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. ഡ്രോയിങ്ങോ സിംഗിങ്ങോ പ്ലേയിങ്ങോ അങ്ങനെ എന്തെങ്കിലും അവനക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കിൽ ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെങ്ങനെ പ്രൊമോട്ട് ചെയ്യുക, അവനെ പ്രോത്സാഹിപ്പിക്കുക, നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അവനെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ നല്ല രീതിയിൽ അവന് ആ ഒരു ഗെയിമൊക്കെ ചെയ്യുകയും നിങ്ങളെ തൃപ്തിപ്പെടുത്താനും നിങ്ങൾ കാണാൻ വേണ്ടിയൊക്കെ അവനത് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അവനുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാധിക്കും.
അതിനുശേഷം മെല്ലെ മെല്ലെ അവനെ നമുക്ക് നമ്മളെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ അല്ലേ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ആരൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ എന്താണ് ബിഹേവിയർ എന്നും എങ്ങനെ അത് ഉണ്ടാകുന്നതെന്നും അതിനെങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നും ഇസ്ലാമിക് സൈക്കോളജിയുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് ഞാൻ വിശദീകരിച്ചു തന്നത്. ഏകദേശം മോഡേൺ സൈക്കോളജിയും ഇസ്ലാമിക് സൈക്കോളജിയും പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഒരേ പെർസ്പെക്റ്റീവാണ്, ഒരേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇസ്ലാമിക് സൈക്കോളജി ഒന്നും കൂടി ദൈവത്തിലേക്കും ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലേക്കും കണക്ട് ചെയ്യുകയും ദൈവികമായിട്ട് കണക്ട് ആവുമ്പോൾ നിങ്ങളുടെ ബിഹേവിയർ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് ഉള്ള ഒരു നിർദ്ദേശം എന്നുള്ള ഒരു ആശയം കൂടി കൂടുതലായിട്ട് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഞങ്ങളുമായി ക്ലാസ്സുമായിട്ട് സഹകരിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തിയാണ്. താങ്ക് യു ഓൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.